ഞാൻ ആദ്യ ദിവസം സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രപ്രസാദ് സാറ് ബഹ്റിൻ കേരളീയ സമാജവുമായി ബഹ്റിലെ മലയാളികളുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. അത് കാരണം 2000 മുതൽ അദ്ദേഹം മരിക്കുന്നതുവരെ നമ്മൾ ഏത് ഫംഗ്ഷൻ വിളിച്ചാലും ഇവിടെ വരികയും നമ്മളുമായി സംവദിക്കുകയും ചെയ്ത ഒരു അനുഭവം നമുക്കുണ്ട്. ആ ഹൃദ്യമായ അനുഭവം മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹം മരിച്ച നാൾ മുതൽ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ അനുസ്മരണമായി നാടക ഉത്സവം അല്ലെങ്കിൽ നാടക മത്സരവും നടന്നത്. ഈ വർഷം നമുക്ക് നാടക മത്സരം വേണ്ട, നാടക ഉത്സവം മതി എന്ന തീരുമാനത്തിലെത്തുകയാണ്. കാരണം നിങ്ങൾക്കറിയാം അതിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചതെന്ന്. കാരണം അതിൻ്റെ വിധി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ലാതെ കോൺട്രവേഴ്സി വേണ്ട, നമുക്ക് ഉത്സവം മതി എന്ന തീരുമാനത്തിലെത്തുകയും അതിന് വലിയ പിന്തുണ നാടക പ്രവർത്തകരിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് ഇവിടെ നടത്തപ്പെടുന്ന നാടകം നമുക്കൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട അനുഗ്രഹീത കലാകാരനായ മനോഹരൻ പാവറട്ടി അണിയിച്ചൊരുക്കുന്ന നാടകമാണ് വായാടിക്കുന്ന് പി ഒ. മനോഹരൻ നിങ്ങൾക്കറിയാം, മനോഹരന് കേരള സംസ്ഥാന സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് നേടിയ ആളാണ് മനോഹരൻ. അപ്പോൾ അദ്ദേഹം അണിയിച്ചൊരുക്കുന്ന നാടകം 15-ൽ പരം കലാകാരന്മാരെ അണിയറയിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ഈ നാടകം കാണാനെത്തിയിരിക്കുന്ന നിങ്ങളോടെല്ലാം ഞാൻ നന്ദി പറയുന്നു. കാരണം നാടക പ്രവർത്തകർക്ക് വേണ്ട നിങ്ങളുടെ സഹായമാണ്. അപ്പോൾ ഈ നാടകത്തിന് ആദ്യമായി ഇതിൻ്റെ സമാജത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും ഭരണസമിതിക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. അതുപോലെ ഇതിന് സ്പോൺസർമാരായി നിരവധി ആളുകളുണ്ട്. ആരുടെയും പേര് ഞാൻ പരാമർശിക്കുന്നില്ല. കാരണം ഒരു നാടകം രംഗത്ത് അവതരിപ്പിക്കണമെങ്കിൽ സാമ്പത്തികമായ സഹായം നിരവധി ആവശ്യമുണ്ട്. അപ്പോൾ അതിന് മുന്നോട്ട് തയ്യാറുവെന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആകസ്മികമായി നമുക്ക് 2 അതിഥികൾ ലഭിച്ചിട്ടുണ്ട്. 2 രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും എല്ലാ സാംസ്കാരിക പ്രവർത്തകരെയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഇവിടെ എത്തുന്ന എല്ലാ നേതാക്കന്മാരെയും നമ്മൾ സ്വീകരിക്കാറുണ്ട്, അവരെ അനുമോദിക്കാറുണ്ട്. ഇന്ന് ഇവിടെ നമുക്കുള്ളത് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത 2 പേരാണ്. ടി സിദ്ദിഖ്, കോഴിക്കോട് ജില്ല DCCയുടെ പ്രസിഡന്റായ ടി സിദ്ദിഖ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് KSUവിലെ യൂത്ത് കോൺഗ്രസിലൂടെ ഒക്കെ വളർന്നു വന്ന ആളാണ്. അദ്ദേഹത്തെ ഞാൻ ഹൃദയപുരസ്സരം ഇവിടത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് യുവ നേതാവായി നിങ്ങൾക്കറിയാം KSUവിൻ്റെ അടുത്ത കാലം പ്രസിഡന്റ് പദവി അടുത്ത സമയത്ത് ഏറ്റെടുത്ത KM അഭിജിത്ത്, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. OICCയുടെ എനിക്കൊന്ന് കോഴിക്കോട് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് ഈ 2 അതിഥികളും ഇവിടെ എത്തിയിട്ടുള്ളത്. ശ്രീ KM അഭിജിത്തിനെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹ്റിലെ മലയാളികളുടെ പൊതു കൂട്ടായ്മയാണ് ബഹ്റിൻ കേരളീയ സമാജം. അപ്പോൾ ഇവിടെ നിങ്ങളെ സ്വീകരിക്കാൻ അവസരമുണ്ടായാൽ നന്ദി പറയുന്നു. 2 വാക്ക് പറയുന്നു. ഹ്രസ്വമായി സംസാരിക്കാനും പ്രസംഗിക്കാനുമുള്ള സമയമല്ല, കലാസ്വാദനത്തിൻ്റെ ഏറ്റവും ഹൃദ്യമായ മുഹൂർത്തമാണിത്. ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ ഹൃദ്യമായ കലാ സാംസ്കാരിക മുന്നേറ്റ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഈ മനോഹരമായിട്ടുള്ള സമയം നാടകത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ മുഹൂർത്ത മേഖലകളിലേക്ക് കൊണ്ടുപോകാൻ ഈ അവസരം നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനം. താങ്ക് യു. ശ്രീ എം പി രഘു സെക്രട്ടറി 1 മിനിറ്റ് ഒന്ന് വരൂ, ഞാൻ വിട്ടുപോയി. പ്ലീസ്. അഭിജിത്ത് 2 വാക്ക്. പ്രിയപ്പെട്ട മുഴുവൻ കുടുംബാംഗങ്ങളെയും ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്യുകയാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് പോലും നാടകമൊക്കെ പുറകോട്ട് പോകുമ്പോൾ അതിനേക്കാൾ ആവേശത്തോടെ ആ മൂല്യങ്ങളെ ഏറ്റെടുത്ത് ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി പോകുന്ന മലയാളി സമാജത്തെയും അഭിവാദ്യം ചെയ്യുകയാണ്. ഇതുപോലുള്ള പരിപാടികളും ഏറ്റെടുത്ത് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും. താങ്ക് യു.
മാനിക്കും നല്ലൊരു നാട്, വയലേലകൾ പട്ടുവിരിച്ചൊരു താഴ്വാരങ്ങൾ, ഹരിതവനം തിലകം ചാർത്തിയ ഭൂപ്രകൃതി, ഹരിതവനം തിലകം ചാർത്തിയ ഭൂപ്രകൃതി. വായാടിക്കുന്നോരങ്ങൾ തഴുകിയൊഴുകി വരും കുളിർ കാറ്റേ, കാവിരിപ്പൂരം കാണാൻ ദേവരെ തൊഴുതു വണങ്ങി തിരുമുടിയേന്തിയ ദീപത്താരെ കണ്ടു വണങ്ങിടാ. സുശോഭിതമാമൊരു ഗ്രാമം, സ്നേഹസുരഭില സാന്ദ്രത തൂകും നല്ല നാട്. മരതകവർണ്ണ സുശോഭിതമാമൊരു ഗ്രാമം, സ്നേഹസുരഭില സാന്ദ്രത തൂകും നല്ല നാട്. ജാതിഭേദങ്ങളില്ല ഇവിടെ, മതദ്വേഷങ്ങളില്ല, ജാതിഭേദങ്ങളില്ല ഇവിടെ, മതദ്വേഷങ്ങളില്ല. സ്നേഹസൂരങ്ങളാടിയുലയുന്ന ഗ്രാമഭംഗിയാണെന്നും, സ്നേഹസൂരങ്ങളാടിയുലയുന്ന ഗ്രാമഭംഗിയാണെന്നും. വായാടിക്കുന്നോരങ്ങൾ തഴുകിയൊഴുകി വരും കുളിർ കാറ്റേ, കാവിലെ പൂരം കാണാൻ ദേവരെ തൊഴുതു വണങ്ങി തിരുമുടിയേന്തിയ ദൈവത്താരെ കണ്ടു വണങ്ങിടാം. വായാടിക്കുന്നോരങ്ങൾ തഴുകിയൊഴുകി വരും കുളിർ കാറ്റേ, കാവിലെ പൂരം കാണാൻ ദേവരെ തൊഴുതു വണങ്ങി തിരുമുടിയേന്തിയ ദൈവത്താരെ കണ്ടു വണങ്ങിടാം. ആ കാണുന്ന കുന്നിനും ഈ നാടിനും പറയാൻ ഒരു ചരിത്രമുണ്ട്. അതായത് പണ്ട് വളരെ പണ്ട് ഈ ഗ്രാമത്തിന്റെ പേര് വഴികാട്ടിക്കുന്ന് എന്നായിരുന്നു. ടിപ്പുവിന്റെ പടയോട്ടക്കാലം ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ തച്ചു തകർത്ത് കൊള്ളയടിച്ച് ടിപ്പുവും പടയാളികളും മുന്നേറിക്കൊണ്ടിരുന്ന സമയം ടിപ്പുവിന്റെ ആക്രമണത്തെ ഭയന്ന് വടക്ക് ദേശത്തുള്ളൊരു നമ്പൂതിരി തന്റെ കുടുംബക്ഷേത്രത്തിലെ ഉപാസനാമൂർത്തിയുടെ വിഗ്രഹവും എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെട്ട് ഈ വഴികാട്ടിക്കുന്നിൽ പള്ളിക്ക് മുന്നിലെത്തി. അവിടെ നിന്നും തന്റെ കയ്യിലുണ്ടായിരുന്ന വിഗ്രഹം ആ നമ്പൂതിരി ഈ പള്ളിയിലെ അന്നത്തെ വികാരിയച്ഛനെ ഏൽപ്പിച്ച് എവിടേക്കോ പോയി പറഞ്ഞു. കാലങ്ങൾ കൊണ്ടു ഇതിനിടെ പല ദേശത്തു നിന്നും ഒരുപാട് ഹിന്ദു സഹോദരങ്ങൾ ഈ വഴികാട്ടിക്കുന്നിൽ താമസക്കാരായി എത്തി. അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം ഒരു ക്ഷേത്രം പണിയുവാനും ഈ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുവാനും അന്നത്തെ പള്ളി കമ്മിറ്റി മുൻകൈയെടുത്തു. പിന്നെയും ഒരുപാട് ദിനരാത്രങ്ങൾ കടന്നുപോയി. ആളുകൾ പറഞ്ഞു വഴികാട്ടിക്കുന്ന് വായാടിക്കുന്നായി മാറി. ഇപ്പോ ഈ ഗ്രാമം മതസൗഹാർദ്ദത്തിന്റെ കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാണ്. ഈ വ്യക്തി ആരാണെന്ന് ഞങ്ങളിപ്പോ പറയുന്നില്ല. ഒന്ന് മാത്രം, ഇയാൾ വായാടിക്കുന്നിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. അയാളുടെ ജോലിയും സ്വഭാവവും ഈ വേഷത്തിൽ നിന്ന് തന്നെ വ്യക്തമായി കാണുമല്ലോ, അല്ലേ? ഈ കഥ പുതിയ കാലത്തിലേക്ക് മാറുകയാണ്. അല്ല, കഥ പറച്ചിലിന്റെ സുഖത്തിനു വേണ്ടി ബോധപൂർവം മാറ്റുകയാണ്.
ഇനി ഇയാള് പറയും വായാടിക്കുന്നിലെ പുതിയ വിശേഷങ്ങൾ. ഹലോ, അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ടാന്ന്. ഒക്കെ ഞാൻ ഏറ്റു. ഓ, അപ്പൊ ശരി, എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ. ഒരു കാര്യം പറയാൻ മറന്നു. ഇന്ന് വായാടിക്കുന്നിൽ അമ്മയുടെ ഉത്സവത്തിന് കൊടി കയറുന്ന ദിവസമാണ് കേട്ടോ. അമ്പലത്തിലെ കോമരത്തിന് മുന്നിലായി കുത്തുവിളക്ക് പിടിക്കുന്നതും അതിലേക്ക് വെളിച്ചം പാരുന്നതും നമ്മുടെ പള്ളി വികാരി ഫാദർ പ്ലാമൂടാനാണ്. പണ്ട് വിഗ്രഹം ആപത്തൊന്നും കൂടാതെ കാത്തു സൂക്ഷിച്ചതിന് ഇവിടുത്തെ വിശ്വാസികൾ പള്ളിക്ക് നൽകിയ അവകാശമാണിത്. ഇതൊക്കെ പറയാൻ ഞാൻ ആരായെന്നായിരിക്കും അല്ലേ? ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ചന്ദ്രൻ വട്ടക്കുഴി. എന്തോ പൊട്ടക്കുഴിന്നാ? പൊട്ടക്കുഴി അല്ലടോ, വട്ടക്കുഴി. ചന്ദ്രൻ വട്ടക്കുഴി. അല്പം രാഷ്ട്രീയത്തിന്റെ അസുഖമുണ്ടേ. അതാ വായാടിക്കുന്നിൽ അമ്മയുടെ കോമരവും പരിവാരങ്ങളും ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു. അമ്മയ്ക്ക് സന്തോഷായി. എന്നത്തിനെയും പോലെ എല്ലാം നന്നായി നടത്തണം. പേടിക്കണ്ട, ഒന്നിനും ഒരു കുറവില്ലാതെ അമ്മ കാത്തോളാം. എന്താ അപ്രകാരം പോരെ? എന്തോ അനിഷ്ടം സംഭവിക്കാൻ പോകുന്നതായി അമ്മ കാണുന്നു. അമ്മയ്ക്ക് വെളിപാടുണ്ടാകുന്നു. നാലാം മേടത്തിൽ നിന്നും ഏഴാം മേടത്തിൽ നിന്നും അമ്മയ്ക്ക് കൽപ്പിച്ചിട്ടുള്ളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. എന്താ അമ്മയെ പരീക്ഷിക്കാണോ? എന്താ വെച്ചാ ഇങ്ങോട്ട് എത്തിച്ചോളാം. അമ്മേരാണെന്നാല് എല്ലാരും കൂടി ഭംഗിയായി നടത്തണം. പേടിക്കണ്ട, ഒന്നിനൊരു കുറവില്ലാതെ അമ്മ കാത്തോളാം. എന്താ അപ്രകാരം പോരെ?
അങ്ങനെ വായാടിക്കുന്നിലമ്മയുടെ ഉത്സവത്തിന് ആരംഭമായി. ജാതിമത ഭേദമില്ലാതെ ഇന്നാട്ടിലെ എല്ലാവർക്കും ഇനി ആഹ്ലാദത്തിന്റെ നാളുകൾ. സകല ജാതി മനുഷ്യരും ഐക്യത്തോടെ സഹോദരന്മാരായി ഒരു നാട് എന്ന സങ്കല്പം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്കായി ഞങ്ങൾ സവിനയം സമർപ്പിക്കുന്നു. വായാടിക്കുന്ന് പിയോ. രചന ദാമോദരൻ മെമ്പള്ളി. സംവിധാനം മനോഹരൻ പാവർട്ടി. അവതരണം ബഹ്റിൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമ. എന്ത് പറ്റി? നിങ്ങളെ മൊത്തൊരു തെളിച്ചില്ലല്ലോ. എങ്ങനെ തെളിച്ചോണ്ടാവാൻ ആചാര്യ? ഞാൻ ഈ അമ്പലം കമ്മിറ്റി പ്രസിഡന്റ് ആയി പോയില്ലേ? ഇതായിപ്പോ നന്നായി. ഇതിപ്പോ ഒരു പുതിയ കാര്യമാണോ? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ തന്നെയല്ലേ പ്രസിഡന്റ്? മടുത്തു. ഈ തവണത്തെ ഉത്സവം കഴിഞ്ഞാ ഞാൻ ഈ സ്ഥാനം ഒഴിയും. കുറച്ചു നാളൊന്ന് സ്വസ്ഥമായി ജീവിക്കണം. നന്നായി. അതിപ്പോ നിങ്ങൾ തീരുമാനിച്ചാലും ഈ നാട്ടുകാർ സമ്മതിക്കുവോ? ഇല്ല. കാര്യങ്ങൾ ഉസാറായി നടക്കണമെങ്കിൽ നിങ്ങൾ തന്നെ പ്രസിഡന്റായേ പറ്റൂ. ആചാര്യ, ഇനി പുതിയ ആൾക്കാർ വരട്ടെ, അവരുടെ കഴിവുകൾ കാണിക്കാൻ ഒരു അവസരവുമാകും. നിങ്ങൾ ഇത് പറഞ്ഞു കേൾക്കാൻ കാത്തിരിക്ക. നമ്മുടെ വട്ടക്കുയി എന്റെ കസരയിൽ അവരൊരു കണ്ടിട്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രസിഡന്റായ കണക്കായി ഒക്കെ ശരിയാക്കാന്ന് പറയും. പക്ഷെ ഒന്നും ശരിയാവൂല. ഓനും ശരിയാവൂല. അല്ല, ഇനി വഴിക്കവല കണ്ടില്ലല്ലോ. എവിടെ പോയി? ഈ നാട്ടില് ഓനെന്തോ പദ്ധതി കൊണ്ടുവരാൻ പോണെന്നോ ഇവിടുത്തെ കുറച്ചാൾക്ക് പണി കിട്ടാൻ പോണെന്നൊക്കെ പറയുന്നത് കേട്ടു. അത് ഞാനും കേട്ടു. ടൗൺഷിപ്പ് എന്നോ മറ്റോ അതിന്റെ പേര്. ടൗൺഷിപ്പ്? അതത് പണ്ടാരെങ്കിലും ആവട്ടെ. നിങ്ങൾക്ക് പതിവുള്ളത് എടുക്കട്ടെ. ഇപ്പൊ വേണ്ട ആചാര്യ. ആ നാരായണൻ ഇതുവരെ എത്തിയില്ല എന്ന് കുട്ടി സംഘടന ഇന്നലെ ഇവിടെ എത്തിക്കേട്ടാ. ഇതുവരെയായിട്ട് ഒരു വിവരവും ഇല്ല. വൈകിട്ട് എഴുന്നള്ളിപ്പ് ഞാൻ എന്താ ചെയ്യാ? എനിക്കെന്നെ അറിയില്ല. ഓനങ്ങനെ തന്നെയാ. ഓരൊരു വിവരമില്ലെങ്കിലും നമ്മുടെ കുട്ടി സംഘടന ആള് ബുദ്ധിമാനാ. ഇങ്ങെത്തിക്കോളുന്ന് നിങ്ങൾ ബേജാറാവേണ്ടിയിരിക്കേ. എന്നാ ഞാൻ അറിയാം. അവൻ വന്നാ പെട്ടെന്ന് അമ്പലത്തിൽ വരാൻ പറയണം. ഞാൻ ആ മേളക്കാരടുത്ത് പോയിട്ട് പെട്ടെന്ന് വരാം. ആയിക്കോട്ടെ, നിങ്ങൾ പോയിട്ട് വരി. അല്ല, ഇതാ അമ്മുണിയോ? എന്താടോ ഇത്ര രാവിലെ? രണ്ട് ചായ പെട്ടെന്ന് വേണം. അല്ല, എന്തിനാടോ 2 ചായ? നിങ്ങൾ കെട്ടിയോനും കെട്ടിവെക്കും. വീട്ടിൽ കുത്തിരുന്ന് സൊറ പറഞ്ഞ് ചായ കുടിക്കാലോ. പിന്നെ അയാളുടെ കാര്യം അയാൾ നോക്കിക്കോളും. ഇതെന്റെ അമ്മയ്ക്കാ. എന്റെ അമ്മ എപ്പോഴാ വന്നത്? ഇന്നലെ രാവിലെ. 2 ദിവസം ഉണ്ടാവും. ഉത്സവമൊക്കെ ഒന്ന് കാണാൻ വന്ന ഹരിയാരെ. അത് നന്നായി. അല്ല, എന്റെ കെട്ടിയോനാണ് പോയത്. ആർക്കറിയാം? നിങ്ങൾ ചായ വേഗം തമ്മേ.
നിങ്ങൾ എണീക്കുമ്പോഴേക്കും ചായ കിട്ടിയില്ലെങ്കിലേ എന്റെ അമ്മയ്ക്ക് ദേഷ്യം വരും. അതാ ഇപ്പൊ തരാം. ഞമ്മള് കാരണം എന്റെ അമ്മക്ക് ദേഷ്യം പിടിക്കട്ട. അവിടെ 2 പാട എടുത്തിട്ടുണ്ട്. അല്ല നമ്മുടെ കുട്ടി ശങ്കർ എത്തിനാ തോന്നണത്. അനക്ക് തരാൻ ഒന്നുമില്ലല്ലോ പറയൂടാ. നാരായണേട്ടൻ എന്ത് ഇത്ര വൈകിയതാ? വൈകിയാലും ഞങ്ങളുടെ എത്തിയില്ലേ പൊന്നെ. ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ അത് മറക്കോ? നീ പൊക്കോ, വൈകിട്ട് അമ്പലത്തിൽ കാണാം. എന്നാ ശരി, ഞാൻ പോട്ടെ. മാപ്പിളെ, താൻ കുട്ടിശേഖരനെ മാത്രം കണ്ടുള്ളൂ, അതിന്റെ ബില്ലിനായിരുന്ന എന്നെ താൻ കണ്ടില്ലൂ. അതിപ്പോ ആനേനെ നോക്കുന്നതിന്റെ ഇടയില് ആനപ്പിണ്ടത്തിന് നോക്കാൻ ഞമ്മള് മറന്നു പോയിട്ടാ. ഈ അങ്ങോട്ട് ക്ഷമിച്ചാണ്. ആനപ്പിണ്ടെന്നെ ഇല്ല, ഞാനൊന്നും പറയണില്ല. എന്തേ ഈ നിർത്തി കളഞ്ഞത്? ഈ പറയടാ, ഈ എത്രത്തോളം പറയുന്നത് ഞമ്മക്കറിയാം. ഈ പറയുന്നതിന് മുമ്പ് എന്നോട് ചിലത് ഞമ്മക്ക് പറയാനുണ്ട്. അതെന്താണെന്ന് അറിയാൻ എനിക്ക്. താൻ പറയാതെ ഞാൻ എങ്ങനെ അറിയാനോട് മാപ്പിളെ? എന്നാ കേട്ടോളി, പലപ്പോഴായി ഈ ഇവിടുന്ന് കഴിച്ച ചായയും കടിയിലും ഇമ്മിണി കായ് തരാനുണ്ട്. അത് ഓർമ്മയുണ്ടാ എനിക്ക്? മാപ്പിളെ, തനിക്ക് കാശാണല്ലോ തന്നെ. ഞാൻ തന്നെ നഖം വെട്ടാൻ വന്നതാ? ഈ കത്തി കാട്ടി എന്നെ പേടിപ്പിക്ക. അവിടെ നിക്ക്. അപ്പൊ പേടിയുണ്ട്. ഈ കുത്തും ഈ നാരായണ പുല്ല് മനസ്സിലായിട്ട് കേൾക്കണ. പാടാ കുത്തി കളിക്കാം. ഇങ്ങോട്ട് പാടാ, ഇങ്ങോട്ട് പാടാ. ഒരു തമാശ പറഞ്ഞാ മനസ്സിലാവില്ല. അപ്പൊ എനിക്ക് നമ്മുടെ പേരക്കോർമ്മയുണ്ടല്ലേ? പിന്നല്ലാതെ നിങ്ങളറിയാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ? നിങ്ങൾ ഈ 3 സ്റ്റാർ ഹോട്ടലിന്റെ ഉടമസ്ഥനല്ലേ? എടാ കള്ള ഇമാറേ, ഈ അധികം ഞെളിയണ്ട. ഇന്നലെ നമ്മുടെ കുട്ടി ശങ്കറിന് ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ഫാദറും കൃഷ്ണനും ആകെ ദേഷ്യത്തില. എന്നോട് പറഞ്ഞില്ല വേണ്ട. എന്റെ ഭഗവതി, കൊഴപ്പായോ? അല്ല, ഉത്സവ അമ്പലത്തിലെ ആനമ്പലത്തിലെ ഇതിൽ ഈ പള്ളിയിലച്ഛൻ എന്താ കാര്യം? എന്താണ് മാപ്പിളെ? അല്ല ആചാര്യ, അമ്പലത്തിലെ കാര്യം നോക്കാൻ ഞങ്ങൾ ഹിന്ദുക്കളുണ്ട് ഇവിടെ. അതിൽ മറ്റു ജാതിക്കാരന് ഇടപെടണ്ട കേട്ടോടോ. എന്താ നാരായണ, നീ എന്നോടാ വർഗീയവാദിയായത്? കൃഷ്ണേട്ടാ, ഞാൻ വെറുതെ. എടാ, നീ ഇന്നലെ വരാൻ നേറ്റിരുന്നല്ലേ? ഇതുവരെ എവിടെയായിരുന്നു? ക്ഷമിക്കണം കൃഷ്ണേട്ടാ, പറ്റിപ്പോയി. അതൊക്കെ പോട്ടെ. നീ ഇവിടെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നീ ഇത് പല സ്ഥലത്തും പറഞ്ഞ് നടക്കുന്നെന്ന് ഞാൻ അറിഞ്ഞു. അയ്യോ കൃഷ്ണേട്ടാ, അത് വെറുതെയാ. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. ഈ നാട്ടിലൊരു പാരമ്പര്യമുണ്ട്. അതിനെതിരെ നീ എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നീ വേറെ പണി നോക്കേണ്ടി വരും. പറഞ്ഞേക്കാം. അയ്യോ കൃഷ്ണേട്ടാ, ചതിക്കില്ലേ. ഈ ജോലി പോയ പിന്നെ ഞാനെങ്ങനെ ജീവിക്കും? ആളുകളെ പറ്റി ജീവിക്കാൻ ഈ വിടുക്കണ ആചാര്യ, പുറകത്തുമ്പോ വാഴോട്ടുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് ശരിയല്ല കേട്ടോ. കൃഷ്ണേട്ടാ, എന്താ ഞാനങ്ങോട്ട് നമ്മുടെ കുട്ടിശങ്കർ കുറച്ച് പട്ട വെട്ടി കൊടുക്കട്ടെ? കുട്ടിശങ്കര, വിശക്കുന്നുണ്ടോടാ? വിഷമിക്കണ്ടടാ, പട്ടയുമായി ഇപ്പൊ വരാം. ചേട്ടാ, ഈ പട്ട എന്ന് പറയുന്നത് പനമ്പട്ട തന്നെയല്ലേ, അല്ലാണ്ട് ഈ പട്ട അത് കലക്കില്ല. എന്റെ സമയം അത്ര നല്ലല്ലാത്തോണ്ട് ഇതിന് മറുപടി പറയണില്ല. കൃഷ്ണേട്ടാ, എന്നാ ഞാനങ്ങോട്ട്. ഇനി ഞാൻ പതിവുള്ളത് കൊണ്ട് പോരട്ടെ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണം. ഇത്തവണ ഉത്സവം നമുക്ക് ഉസാറാക്കണം. ഭഗവതിയുടെയും പള്ളി കമ്മിറ്റിയുടെയും
പിന്നെ നിങ്ങളെ പോലുള്ള നാട്ടുകാരുടെ സഹായം ഉണ്ടെങ്കിൽ എല്ലാം നന്നായി നടക്കും ആചാര്യ. അത് ശരിയാ നിങ്ങൾ പറഞ്ഞത്. കൊടിയേറ്റൊക്കെ നന്നായില്ലേ? സാർ എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ ട്രഷറി വരെ ഒന്ന് പോയി. പെൻഷന്റെ 1-2 പേപ്പർ ശരിയാക്കാനുണ്ടായിരുന്നു. കൊടിയേറ്റൊക്കെ ഉസാറായിക്കൊണ്ട് പറഞ്ഞു സാറേ. പിന്നെ ഇന്നലെ ടൗണിൽ നിന്ന് വരുന്ന വൈക്ക് ഞാൻ നമ്മുടെ അശ്വതി മോളെ കണ്ടു. ഞാനും അവളെ കണ്ടിട്ട് കുറേയായി. ഇപ്പോ അത്യാവശ്യത്തിന് പുറത്തേക്കൊക്കെ ഇറങ്ങും. ഇഷ്ടമുണ്ടായിട്ടല്ല, എന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാ. എന്നാലും ഓള് മുമ്പത്തെക്കാളും ഉസാറായിക്കണേ. എല്ലാം ശരിയാവും. പഠിച്ചോനെല്ലാം കാണുന്നുണ്ടല്ല. ആ ഒരു പ്രതീക്ഷയില്ല ഞാനും. ഞാനെന്ന് പറഞ്ഞൊരു ആലോചനയുടെ കാര്യം അവളോട് സംസാരിച്ചു. മുഴുവനും പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറുപടിയും കിട്ടി. അച്ഛന് ഞാനൊരു ഭാരമായി തുടങ്ങി തോന്നുമ്പോ പറഞ്ഞാ മതി, വല്ല ആശ്രമത്തിൽ പോയി താമസിച്ചോളാന്ന്. അതതിന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാവും. നിങ്ങൾ ബേജാറാവേണ്ടി ഒക്കെ ശരിയാവും. എന്താടാ എന്താടാ എന്താ എന്താ ഇത്രയേണ്ട ചൂളൊക്കെ ആയിട്ട്? നടയടച്ചില്ലല്ലോ. നടയടച്ചല്ലേ സാധനം അടിച്ചു വരാറ്. നാട് മുഴുവൻ ഏഷ്യനെയും പരദൂഷണം പറഞ്ഞ ഒരു പണിക്ക് പോകാൻ നടക്കുന്ന ഒരുത്തന്നില്ല ഇവിടെ. അയാളെ അടിച്ചു വരാൻ ആരെ കാര്യം നമ്മൾ പറയണത്? ഇപ്പൊ ആർക്കും ഒന്നും അറിയില്ല. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒറ്റ കെട്ട. എന്റെ കെട്ടിയോന്റെ കാര്യം പറഞ്ഞതാ ഹജാരെ. ഇത്രമാത്രം ദേഷ്യപ്പെടാൻ എന്താ അമ്മണി? ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ അമ്മണി. എന്റെ കൃഷ്ണേട്ടാ, കാലുവേദന സഹിക്കാൻ പറ്റാതായപ്പോ ഞാൻ നമ്മുടെ നാടുവൈദ്യ എടുക്ക പോയി കുറച്ച് കഷായം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. നല്ല മരുന്നാ. ഇന്നലെ എന്റെ അമ്മ കാണാൻ വന്നിരുന്നു. അമ്മയ്ക്ക് കാലുവേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതിൽ നിന്ന് കുറച്ച് കഷായം എടുത്ത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അല്ല, എന്നിട്ട് അമ്മയ്ക്ക് ഭേദമായില്ലേ? ബോധം വന്നാലല്ലേ ഭേദമായോന്ന് എനിക്ക് അമ്മയോട് ചോദിക്കാൻ പറ്റൂ. ഇന്നലെ രാത്രി കഷായം കുടിച്ചിട്ട് കിടന്നതാ, ഇതുവരെ എണീറ്റിട്ടില്ല. അതെന്ത് പറ്റി? അതെ, കുറച്ച് ഒരുപാട് മതി, പെട്ടെന്ന് ശരിയാവും. അത് ശരി, ഇവിടെ വിളിച്ചിരിക്കായിരുന്നോ? അമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം ആശാണെന്ന് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? പറഞ്ഞ പടക്ക് ഭർത്താനം കേട്ടില്ല നിങ്ങള്? കുറച്ച് മോര് കൊടുത്താൽ മതി. ഉണ്ടായ കാര്യം എന്താണെന്ന് പറയടോ, നാട്ടുകാർ മുഴുവൻ കേക്കട്ടെ. അതെ കൃഷ്ണേട്ടാ, ഞാൻ കഷ്ടപ്പെട്ട് ആ ബീവറേജിന് മുമ്പിൽ ഊന്നിന്ന് ഒരു പൈന്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അതിൽ നിന്ന് ഒരെണ്ണടിച്ചു. ബാക്കിയുള്ളത് ഇവളെടുത്ത് കളയാതിരിക്കാൻ ഞാൻ ഒരു കുപ്പിയിൽ ഒഴിച്ചു വെച്ചു. അതാണ് നമ്മൾ ഇത്ര വലിയ കാര്യം. ഏത് കുപ്പിയിലായാലും ഒഴിച്ചു വെച്ചെന്ന് സാർ ചോദിക്കേ. ഏത് കുപ്പിയിലാശാൻ ഒഴിച്ചു വെച്ച്? അതിലുള്ള കഷായ കുപ്പിയിൽ. അതിലെ കഷായം ഞാൻ ഒഴിച്ചു കളഞ്ഞിട്ട് അതിലിങ്ങനെ ഒഴിച്ചു വെച്ചു. ഇപ്പൊ മനസ്സിലായോ എടാ കയ്യിലിരിപ്പ്? ഞാൻ ആ കുപ്പി ഒന്ന് മണത്ത് നോക്കിയപ്പോ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. കൊച്ചുകുട്ടികളെ പോലെ ഈ പ്രശ്നം നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം. അറിയട്ടെ സാറേ, എല്ലാവരും അറിയട്ടെ. അമ്മണി തവണത്തേക്ക് ക്ഷമിക്ക്. ഹാജിയാരെ, ഞാൻ അങ്ങ് ചെല്ലട്ടെ. ഞാൻ ചെന്നിട്ട് വേണം അശ്വതിക്ക് പുറപ്പെടാൻ. പുറപ്പെടുകയോ? എങ്ങോട്ട്? ബാംഗ്ലൂർക്കാ. ഒരു ഇന്റർവ്യൂ ഉണ്ട്. കിട്ടിയ നല്ലൊരു ജോലി. അത് നന്നായി. എന്നാലും നിങ്ങൾ വൈകിക്കണ്ട, പോയിക്കോളി. പ്രസിഡന്റ്, ഞാനേ ആ സാറിനോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ വരാം. അതൊക്കെ ആദ്യം കൈനീട്ടം വാങ്ങിച്ചിട്ട് പിന്നെ പറയാൻ ബാക്കി കാര്യം. അയ്യോ 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 അമ്മേ ദേവിയെ, എനിക്കിതൊക്കെ സഹിക്കാനുള്ള ശക്തി തരണേ. ആശാനേ, വല്ലതും പറ്റിയോ? ആരിത്? മുഖ്യമന്ത്രി അല്ലേ? അമ്മ എപ്പോ വന്ന്? എന്താടാ എന്റെ തലയിൽ പെട്ടളിക്ക് പോയാ? ഇത് ഞങ്ങളാണ്ട് ആചാര്യം കൃഷ്ണനും. എന്ത് ഭഗവാൻ കൃഷ്ണൻ ഈ വേഷത്തിലോ? കൃഷ്ണ ഗുരുവായൂരപ്പ ആചാര്യ, നല്ല ചൂടായിട്ടൊരു ചായ കൊടുക്ക്, അവന്റെ തലയൊന്ന് ശരിയാവട്ടെ. അല്ല, ഇന്ത്യൻ പ്രസിഡന്റ് പോവുകയാണോ? വായാടിക്കൊന്നില്ല പ്രധാനമന്ത്രി വന്നില്ലേ? ഇനി എന്ത് പ്രസിഡന്റ്? ഒന്ന് പോടേക്ക.
ആരും ഈ ചന്ദ്രൻ ഇങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. ഈ ചന്ദ്രൻ വട്ടക്കുഴി നാളെ പ്രധാനമന്ത്രി ആവില്ലെന്ന് ആര് കണ്ടു? ഓ, ഇനി അതിന്റെ ഒരു പറവേ ഉള്ളൂ. എന്റെ ചന്ദ്ര, ആദ്യം നീ ഒരു പഞ്ചായത്ത് മെമ്പർ ആവാൻ നോക്ക്, എന്നിട്ടാവാ പ്രധാനമന്ത്രി. കളിയാക്കിയതാന്ന് മനസ്സിലായി. എടോ, ഈ ചന്ദ്രന് നല്ലൊരു രാഷ്ട്രീയ ഭാവിണ്ടെന്ന് ആൾക്കാർ പറയണേ. ആരാണ്ടാ ചന്ദ്ര എന്റെ മുഖത്ത് നോക്കിട്ട് വേണ്ടാത്ത വർത്താനം പറഞ്ഞത്? അവനോട് തന്നെ പറയാറുണ്ട്. അമ്മിണിയാശാന ഒരുമാതിരി വർത്താനം പറയുന്നത് കേട്ടോ എന്നോട്. ചന്ദ്ര വട്ടക്കുഴി, നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ അമ്മിണിയാശാൻ അമ്മിണിയാശാൻ എന്ന് വിളിക്കരുതെന്ന്. ആശാൻ അങ്ങനെ വിളിച്ചാൽ മതി. എന്താണ് അമ്മിണിന്ന് ചേർത്ത് വിളിച്ചാല്? ഭാര്യയുടെ പേര് ചേർത്ത് വിളിക്കുന്നത് ഒരു അഭിമാനല്ലടാ. അതെയോ അഭിമാന? എങ്കിലേ നാളെ മുതൽ ഞാൻ നിങ്ങളുടെ അമിന ഹാജാർ എന്ന് വിളിക്കട്ടെ. അതെന്തിനാണോ? നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ അമിന. നിങ്ങൾക്ക് കിടക്കട്ടോ ഒരു അഭിമാനമേ. എന്തേ മോനെ ചന്ദ്ര, നിനക്കൊരു ഉപകാരം ചെയ്യണം. ആശാൻ പറഞ്ഞോളൂ. ഈ ചന്ദ്രൻ നാട്ടുകാർക്കൊക്കെ വലിയ ഉപകാരിയല്ലേ? അതൊന്നും നീ പറയണ്ട. അതെ, നീ തിരുവനന്തപുരത്ത് പോകുമ്പോഴേ മുഖ്യമന്ത്രിയോട് പറഞ്ഞ് അവശ്യ വിഭാഗങ്ങൾക്കുള്ളൊരു പെൻഷൻ തരപ്പെടുത്തി തരണം. അവശ്യ വിഭാഗം ആശാനോ? അതേത് വകുപ്പിലെ ആശാനെ? അത് ഈ ഭാര്യയുടെ തല്ലുകൊണ്ട് അവശനായ വിഭാഗം എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, ശരിയാക്കാം, വഴിയുണ്ട്. ഞാനും നമ്മുടെ മുഖ്യനും തമ്മിലുള്ള ഇരിപ്പൂശം വെച്ചിട്ട് ഇതൊക്കെ ശരിയാക്കാൻ ചന്ദ്രന് മിനിറ്റുകൾ മതി. മിനിറ്റുകള് ആക്കിയതാണല്ലേ? അവന് മനസ്സിലായില്ല. ചന്ദ്ര, അമ്പലത്തിൽ ഉത്സവമാണെന്ന് കരുതി ഇത്രയും വലിയ വഴി പൊട്ടിക്കണോ എന്റെ വട്ടക്കുഴി? അതൊക്കെ പോട്ടെ ആചാര്യ, ഇന്നത്തെ പത്രം ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. എന്നെ പോലുള്ള രാഷ്ട്രീയക്കാർ പത്രമൊക്കെ വായിക്കോ? വായിക്കാനല്ലടോ ആചാര്യ, അതിങ്ങനെ ചുരുട്ടി കക്ഷത്തിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലല്ലേ ഞങ്ങളുടെ ഒരു ഇത്. എന്നാലേ എന്റെ കടയിലെ പത്രം ഇവിടെ ചായ കുടിക്കാൻ വരുന്നവർക്ക് വായിക്കാനുള്ളതാ, അല്ലാണ്ട് എന്നെ പോലുള്ള രാഷ്ട്രീയക്കാർക്ക് ഒരു ഇതുണ്ടാക്കാനുള്ളതല്ല. മനസ്സിലായ? അപ്പൊ ചന്ദ്രൻ, ഞാൻ പോവുകയാണ്. മേലാസകല നല്ല വേദന. വീട്ടിൽ ചെന്ന് കുരുമുളക് ഇട്ട് 2 തുള്ളി അടിച്ചിട്ട് സുഖമായിട്ട് ഒന്ന് കിടന്നുറങ്ങി. എന്റെ അമ്മേ, അവിടെ ഒരു ഒടുക്കത്തെ ചവിട്ടായി. ആശാനെ ഒന്ന് നിന്നേ. ഒരു സ്മോളിലുള്ള വകുപ്പുണ്ട്. നീ സത്യോടാ കിട്ടോ? എന്താ ആശാനെ, എന്തു പറ്റി? ഒന്നുമില്ല അച്ചോ, ഭാര്യയുടെ അമ്മ കുറച്ച് കഷായം കുടിച്ചതാ. ഓരോരോ അച്ഛന്മാരോരോ ചോദ്യങ്ങളെ. ഇതാരച്ചോ കൂടെ പുതിയൊരാള്? പറയാം, നമ്മുടെ പള്ളിഭാഗ സ്കൂളിൽ പഠിപ്പിക്കാൻ തെലമാറി വന്ന പുതിയ മാഷ, പേര് വിൻസെന്റ്. ഹലോ മാഷേ, ഞാൻ ചന്ദ്രൻ വട്ടക്കുഴി, പാർട്ടിയുടെ ഇവിടുത്തെ സെക്രട്ടറിയാണ്. നാളെ MLA ആവേണ്ട ആളാ. മാഷയുടെ വീട് എവിടെയാ? കുറച്ച് തെക്കാ. തെക്കെന്ന് പറയുമ്പോ ഈ പോയി ആ കേരളത്തിന്റെ ഭൂപടം എടുത്ത് നോക്ക്. അല്ല പിന്നെ ഈടെയായി നിന്നെ തീരെ കാണാൻ കിട്ടുന്നില്ലല്ലോ ചന്ദ്ര. ഒന്നും പറയണ്ട അച്ചോ, പാർട്ടി സംബന്ധമായ കുറച്ച് തിരക്കിലായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നു. മാഷ് വന്ന സമയം ഏതായാലും നല്ലതാണ്. അതെന്താ? ഈ നാട് പുരോഗതിയുടെ പാതയിലൂടെ കുതിക്കാൻ പോവില്ലേ? ഇവിടെ ടൗൺഷിപ്പ് വരാൻ പോകുന്നു, ഇവിടുത്തെ ജനങ്ങൾക്ക് തൊഴിൽ കിട്ടാൻ പോകുന്നു. അങ്ങനെ 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 എന്തെല്ലാം പദ്ധതികൾ. അതൊക്കെ നല്ല കാര്യങ്ങളാണല്ലോ. നാടിന്റെ വികസനത്തിന് ഇതൊക്കെ നല്ല പദ്ധതികളാണല്ലോ. കണ്ടോ കണ്ടോ, ബുദ്ധിയുള്ളവർക്ക് കാര്യം പറയുമ്പോ മനസ്സിലായി. അതൊക്കെ നല്ല കാര്യം തന്നെ. ഈ നാട്ടിനും ഈ നാട്ടുകാർക്കും ഗുണമുള്ള കാര്യമാണല്ലോ എന്ന ഒറ്റ കാര്യം ആലോചിച്ച ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും സമ്മതപത്രം ഒപ്പിടിക്കാനും ഞങ്ങൾ തയ്യാറായത്. അത് പിന്നെ എനിക്കറിയില്ലേ. എപ്പോഴാ പണി തുടങ്ങാ? അടുത്തിടെ തുടങ്ങിയിരിക്കൂലേ? ഏറിയാൽ ഒരാഴ്ച, അതിനപ്പുറം പോവില്ല. വർത്താനത്തിനടിയിൽ നമ്മളെ പരിചയപ്പെടുത്താൻ മറന്നു. നമ്മുടെ സുലൈമാ ഹാജി ഈ ഹോട്ടൽ നമ്മുടെയാ. മാഷേ, ഇയാൾ വെറും ഒരു ചായക്കടക്കാരൻ മാത്രമല്ല കേട്ടോ. ഈ നാട്ടിലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും മൂപ്പര് മുൻപന്തിയിൽ ഉണ്ടാകും. അത് ശരിയാ മാഷെ, പന്തിയിൽ എവിടെ ഉണ്ടാവും ഇയാള് മുന്നിൽ. ഈ തമാശയൊക്കെ പറയാൻ തുടങ്ങിയിരിക്കണല്ലേ? അവിടെ നിൽക്കട്ടാ, പോലെ എവിടെയാ? നിങ്ങളെല്ലാരും കേട്ടോളി, ചന്ദ്രൻ വട്ടക്കുഴി പറ്റുകാശ് തരാനുള്ളത് 417.75 എന്നാലേ നിങ്ങൾ സംസാരിക്കേ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. കണ്ടോ പോണ പോക്ക് വേണ്ട. പോട്ട്. അല്ല മാഷ് എവിടെ താമസം? തൽക്കാലം പള്ളിയിൽ എന്റെ കൂടെയാണ്. പക്ഷേ സ്ഥിരമായിട്ട് അത് പറ്റില്ല.
കാരണം മാഷ് ഒറ്റക്കല്ല, 2 കുട്ടികളുമുണ്ട്. അപ്പോ കെട്ടിയോള് ജസീന അവൾ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞു. ക്യാൻസർ ആയിരുന്നു. ഇപ്പോൾ ഇവന് സ്വന്തം എന്ന് പറയാൻ ആ കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോ വീട്ടുകാരൊക്കെ ആരുമായിട്ടൊരു ബന്ധവുമില്ല. ഞങ്ങളുടേത് ഒരു പ്രേമ വിവാഹമായിരുന്നു. കുട്ടികളെ തൽക്കാലം ഒരു ഹോസ്റ്റലിൽ താമസിപ്പിക്കുക. ഇവിടെ എവിടെയാ ഹാജര് ഒരു വീട് വാടക കിട്ടുക? വാടക ഇപ്പൊ വീട് പെട്ടെന്ന് പറഞ്ഞാല് നമ്മുടെ ബാലൻ സാറിന്റെ ഔട്ട് ഹൗസ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അത് കിട്ടുമെന്നൊന്ന് അന്വേഷിക്കാം. എന്തേ? അത് ശരിയാണല്ലോ. എന്നാൽ നമ്മൾക്ക് പോയി നോക്കിയാലോ ഹാജിയാരെ? ആരാണ് ഫാദർ ഈ ബാലൻ സാർ? മാഷ് തീർച്ചയായും പരിചയപ്പെടേണ്ട ആളാണ്. തഹസീൽദാറായി പെൻഷൻ പറ്റി. ഒറ്റ മോള് അശ്വതി. അവർ 2 പേർ മാത്രമേ വീട്ടിലുള്ളൂ. ഞങ്ങൾ അവർക്കൊരു ബുദ്ധിമുട്ടാവോ? അതൊന്നുമില്ല മാഷേ, അവർക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളാവുമല്ലോ. എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ? ശരി ഹാജിയാരെ, ഒരു മാഷെ വരി. അല്ല പിന്നെ നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? 2 എണ്ണം അടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങേണ്ട നേരത്ത് ഈ പോസ്റ്റ് ഇപ്പഴേ കിട്ടിയത്. എവിടെ നോക്കണേ? ആശാനെ, അമ്പലത്തിൽ കഥകളിയാണെന്ന് തോന്നുന്നു. അതൊരു കണക്കിന് നന്നായി. ഒന്നും അറിയില്ലെങ്കിലും ആളുകൾ വെറുതെ അതിനു മുമ്പിൽ ഉറക്കം തൂങ്ങിക്കോളും. അതിനിടയില് നമുക്ക് ഈ പണിയങ്ങ് തീർക്കാം. ഇതാ നീ പറഞ്ഞ പണി. പിടിച്ചില്ലേ? നീ അതിലെന്താ എഴുതി വെച്ചാൽ ഒന്ന് വായിച്ചോന്ന്. വായാടിക്കുന്നിൽ ടൗൺഷിപ്പ് പണിയാൻ അനുമതി കൊടുത്ത പഞ്ചായത്ത് ഭരണസമിതിക്കും പണി നടത്തുന്ന ദാസ് കോൺട്രാക്ടിംഗ് കമ്പനിക്കും അഭിവാദ്യങ്ങൾ. ജനകീയ വേദി വായാടിക്കുന്ന്. എന്തേ പോരെ? പറഞ്ഞു നിൽക്കാൻ തീരെ സമയമില്ല. ഇത് വേഗം നമുക്ക് ഒട്ടിക്കണം. നാളെ പുലരുമ്പോൾ ആളുകൾ മുഴുവൻ ഇത് വായിക്കണം. എന്റെ ചന്ദ്ര, ഈ പോസ്റ്റ് ഒട്ടിക്കാൻ എനിക്കൊരു ആവേശവും ഇല്ല. അതെന്താ? എടാ, നമ്മൾ പലപ്പോഴും പലരെ പറ്റി ഇല്ലാത്ത പല കഥകളും എഴുതി പിടിച്ചിട്ടുണ്ട് ഇല്ലേ? അതൊക്കെ ഒരു സുഖ. ഇത് തനിക്ക് സ്മോൾ വേണോ? ഇതെന്ത് ചോദ്യം ചന്ദ്ര? ശ്വാസമില്ലാതെ ഈ ആശാൻ ജീവിച്ചിരിക്കും. പക്ഷെ ഒരു സ്മോൾ അടിക്കാതെ പറ്റൂല ചന്ദ്ര. എന്നാലേ അമ്പലത്തിൽ പരിപാടി കഴിഞ്ഞ ആളുകൾ വരുന്നതിന് മുമ്പ് ഇത് പിടിച്ചേ പോയി ആ പള്ളി മുതൽ ഒട്ടിക്കും. ഇവിടുത്തെ കാര്യം ഞാനേറ്റു. ഈ പക്കലെടുത്തോ. ഒരു മിനിറ്റ്. ചന്ദ്ര, സാറായിരുന്നു. എന്തായി കാര്യങ്ങൾ? എവിടം വരെയായി? ഈ പോസ്റ്റർ ഇന്ന് രാത്രി കൊണ്ട് എല്ലായിടത്തും ഒട്ടിച്ചു കഴിയും. അതോടെ ആദ്യ ഘട്ടം കഴിഞ്ഞു. അപ്പോൾ നാളെ മുതൽ പണി തുടങ്ങാല്ലേ? കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല. ആളുകൾ മുഴുവൻ ഉത്സവത്തിരക്കിലായതുകൊണ്ട് നമുക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല. എന്താ പോരെ? ഗുഡ്. വായാടിക്കുന്ന എന്നെ പോലുള്ള ബിസിനസ്സുകാർക്ക് എന്നും ഒരു മരീചയായി ഇവിടെ വേരുറപ്പിക്കാൻ ചെറിയൊരു പഴുത് അത് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിചാരിതമായിട്ട് നിന്നെ എനിക്ക് കൂട്ടുകിട്ടുന്നത്. പിന്നെ നീ എന്നെക്കാട്ടിൽ വലിയ കള്ളനായതുകൊണ്ട് എന്റെ കാര്യം എളുപ്പമായി. എനിക്കും
എന്റേതായ ചില ലക്ഷ്യങ്ങളുണ്ട് സാറേ. അറിയാം. ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് ആളുകൾ തമ്മിൽ തല്ലുന്ന ഈ കാലത്തും അതൊന്നും ബാധിക്കാതെ എല്ലാവരും ഐക്യത്തോടും സമാധാനത്തോടും കഴിയുന്ന ഈ വായാടിക്കുന്നിൽ ആദ്യമായി പുറത്തുനിന്നൊരാൾ പ്രവേശിക്കാൻ പോകുന്നു. ഇനിയും എത്രയോ പേർ പ്രവേശിക്കാനിരിക്കുന്നു. ഇതിൽ നിനക്കുള്ള ലാഭം. ഐക്യമുള്ള ഒരു ജനതയുടെ ഇടയിൽ എന്നെ പോലുള്ള രാഷ്ട്രീയക്കാർക്കോ പ്രസ്ഥാനങ്ങൾക്കോ വളരാൻ കഴിയില്ല. അവർ വിഭജിക്കപ്പെടണം, തമ്മിൽ തൊല്ലണം. എന്നാലേ രാഷ്ട്രീയം വളരൂ, അനുയായികളുണ്ടാവൂ. എനിക്ക് എന്റേതായ ചില അജണ്ടകൾ ഇവിടെ നടപ്പാക്കണം. അതിനി അധികം സമയം വേണ്ട ചന്ദ്ര. ഈ വായാടിക്കുന്നിലെ തൊഴിൽരഹിതരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പോകുന്ന ആളല്ലേ നീ? അല്ലെങ്കിൽ അതിന് മുൻകൈ എടുക്കുന്ന ആൾ? അതെ, ആളുകളുടെ ആ ബഹുമാനം അത് മുതലാക്കി വേണം എനിക്കൊന്ന് പിടിച്ചു കയറാൻ. ചന്ദ്ര, എഞ്ചിനീയർമാർ വന്ന് നോക്കിയ ശേഷം കുന്നിന്റെ പടിഞ്ഞാറ് വശത്ത് ആദ്യമായിട്ട് പണി തുടങ്ങാം. പിന്നെ എല്ലാറ്റിനും നിന്റെ ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കണം. എന്നാ ഞാൻ പറട്ടെ. ശരി. അല്ല ചന്ദ്ര, പണി തുടങ്ങുന്നോണ്ട് ആളുകൾ എതിർപ്പില്ലെന്ന് പറഞ്ഞ പേപ്പർ ഒപ്പിട്ട് കിട്ടിയില്ല. ആ ജോലി നമ്മുടെ ബാലൻ സാറെ ഏൽപ്പിച്ചിരിക്കും. അദ്ദേഹത്തെ നാട്ടുകാർക്ക് വലിയ വിശ്വാസമാണല്ലോ, അത് വാങ്ങിട്ട് ഞങ്ങൾ എത്തിക്കാം. അല്ല ചന്ദ്ര, ഇതാരാണ്? ഇത് അമ്മണിയാശാൻ. അല്ല, ആശാൻ നമ്മുടെ സ്വന്തം ആളാ. ചന്ദ്ര, ഇതെന്റെ ചെറിയൊരു സമ്മാനം. കുറച്ച് ഇയാൾക്കും കൊടുത്തേക്ക്. ഈ മാധവദാസിനെ സഹായിച്ചവരാരും നിരാശപ്പെടേണ്ടി വരരുത്. അപ്പോ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കണം. വിളിക്കണം. ധൈര്യമായിട്ട് പോയി. സാറേ, അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്റെ സീറ്റിന്റെ കാര്യം. ചന്ദ്ര, വെറും വാക്ക് പറയുന്നവനല്ല ഈ മാധവദാസ്. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ MLA സ്ഥാനാർത്ഥി നീ ആയിരിക്കും. എന്താ, അത് പോരെ? മതി, അത് മതി. അപ്പോ കാണാം. കാണണം. അത് ശരി. അപ്പൊ അതാണ് നിന്റെ മനസ്സിലിരിപ്പ്. നടക്കട്ടെ നടക്കട്ടെ. അതെ, അതിലെന്താ തെറ്റ്? എടോ, ഈ ചന്ദ്രനെ കളിയാക്കിയവരെ കൊണ്ട് ഞാൻ ചന്ദ്രൻ സാറേ എന്ന് വിളിപ്പിക്കും. അതൊക്കെ പോട്ടെ. എന്റെ വീതം ഈട് കിട്ടിയെങ്കിൽ എനിക്ക് പോയിരുന്നു. പിന്നെ ഇത് വാങ്ങിട്ട് തന്നെ ചതിക്കരുത്. ഇവിടെ നടന്ന കാര്യങ്ങള് താൻ ആരോടെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ അറിയാലോ തന്നെ. നിന്റെ കൂടെ ഞാനുണ്ട് ചന്ദ്ര, എന്തിനും ഏതിനും. അല്ല, അപ്പൊ മറ്റവനവിടെ? മറ്റവൻ ആശ നടന്നോ, ഞാൻ സാധനമായിട്ട് വരാം. വന്നത് ഈ ടോർച്ച് വെച്ചോ. അപ്പൊ ശരി. ഓ, നമ്മുടെ നാരായണനല്ലേ വരുന്നത്? അവനൊരു പണി കൊടുക്കണം ഇരുന്നിട്ട് കുറെ നാളായി. ഇപ്പൊ എന്താ ചെയ്യാ? ചക്കട തോള കണക്കിന് തുടുതുടുത്തൊരു അമ്മീനി, തുടുതുടുത്തൊരു അമ്മീനി. വയടിക്കുന്നിലെ കബഡി അരിപ്പ കണ്ടടി ഞാനൊരു മിന്നായോ, കണ്ടടി ഞാനൊരു മിന്നായോ. അമ്മിണി തുടുതുടുത്തമ്മിണി. വഴിക്കച്ചക്കട ചോള കണക്കിന് തുടുതുടുത്തൊരു അമ്മീനി, തുടുതുടുത്തൊരു അമ്മീനി. വയടിക്കുന്നിലെ കബഡി അരിപ്പ കണ്ടടി ഞാനൊരു മിന്നായോ, കണ്ടടി ഞാനൊരു. അടിയനോട് പൊറുക്കണേ. അടിയനോട് തെറ്റ് ചെയ്തിട്ടില്ല. എല്ലാം അമ്മിണി പറഞ്ഞിട്ടാ.
ബാലൻ സാറേ, വിൻസെന്റ് മാഷ്. ബാലൻ സാറേ, വിൻസെന്റ് മാഷ്. എന്താ നാരായണ, ആനയോട് സംസാരിക്കും പോലെയാണല്ലോ വിളിക്കുന്നത്. മാറ്റം വേഷത്തിൽ മാത്രമേ ഉള്ളൂ അല്ലേ? ഒരു നിമിഷം ഞാൻ കുട്ടിശേഖരനെ ഓർത്തുപോയി. 10-15 വർഷമായില്ലേ അവന്റെ കൂടെ കൂടിയിട്ട്. അല്ല, ഹാജിയാര് പറഞ്ഞു താൻ അന്വേഷിച്ചു. എന്താ കാര്യം? സാറ് തഹസീൽദാരായിട്ട് പെൻഷൻ പറ്റിയ ആളല്ലേ. എന്റെ ഒരു സംശയം തീർക്കാൻ സാറിന് പറ്റും? എന്ത് സംശയമാണെങ്കിലും വേഗം ചോദിക്കണം. എനിക്കൊരു മീറ്റിങ്ങിന് പോകാനുള്ളതാ. എനിക്ക് റേഷൻ ഓഫീസിൽ പോയി ഒരു കാര്യം നടത്താനാ. അതിനെപ്പറ്റി ചോദിക്കാനാ. എന്ത് കാര്യം? എന്താ വല്ല വസ്തു വാങ്ങാനുള്ള പരിപാടി ഉണ്ടോ? ഓ, വേണമെങ്കിൽ അങ്ങനെയും പറയാം. എവിടെയുള്ള വസ്തുവാ? അങ്ങനെ ചോദിച്ചാ ഇവിടെ അടുത്തുള്ളതാ. അതിപ്പോ വസ്തുവിന്റെ ഉടമസ്ഥനും താനും 2 സാക്ഷികളും കൂടി റേഷൻ ഓഫീസിൽ പോയി ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഉടമസ്ഥൻ വരുമെന്ന് തോന്നണില്ല. അയാളില്ലാതെ എങ്ങനെ കാര്യം നടത്തും? അത് എങ്ങനെയും നടത്തും. അതെ, കൂടുതൽ സംസാരിച്ചിരിക്കാൻ നേരമില്ല. നീ ഒരു കാര്യം ചെയ്യും, ആ സുധാകരൻ ഒന്ന് ചെന്ന് കാണും. ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ മതി, അവൻ നിന്നെ സഹായിക്കും. എന്താ, അതുപോലെ? മതി സാറേ, അത് മതി. എന്നാ ഞാനങ്ങോട്ട്. എനിക്ക് നമ്മുടെ അമ്മണിയാശനെ കൂടി ഒന്ന് കാണണം. അങ്ങനെ ആവട്ടെ. മാഷേ, മാഷേ. സാറിറങ്ങിയോ? ആ, ഞാൻ ഇറങ്ങി. ഇനിയും നിന്നാ വൈകും. പിന്നെ മാഷേ, അശ്വതിയെയും മക്കളെയും കൊണ്ടുവരാൻ മാഷ് പോണം. അവർ വായാർക്കുന്നിന്റെ ഭംഗി കാണാൻ പോയിരിക്കുമല്ലേ? മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ടെ. സാറ് വിഷമിക്കണ്ട, ഞാൻ പോയി കൂട്ടി കൊണ്ടുവന്നോളാം. മാഷേ, നിങ്ങൾക്ക് ഈ ഔട്ട് ഹൗസ് താമസിക്കാൻ തരുന്നതിൽ അവൾക്ക് ചെറിയൊരു എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ മാഷിന്റെ മക്കൾ അലനും അലീനയും അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തി കളഞ്ഞു. എന്റെ കുട്ടികൾക്ക് ഇപ്പോൾ എന്നേക്കാൾ കാര്യം അശ്വതിയാ. എന്റെ മോള് പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുക. മാറട്ടെ, അവള് വീണ്ടും പഴയതുപോലെ ആകട്ടെ. നിങ്ങൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതെന്താണെന്ന് ഞാനിപ്പോ ചോദിക്കുന്നില്ല. അതൊന്നും തുറന്നു പറയാനുള്ള അടുപ്പം നമ്മൾ തമ്മിലായില്ലല്ലോ. അതുകൊണ്ടല്ല മാഷേ, പിന്നീട് ഒരു അവസരത്തിൽ എല്ലാം വിശദമായി പറയാം. അല്ല, പറയും ഞാൻ. സാറ് ചെന്നോളൂ, ഞാൻ പോയി കൂട്ടി കൊണ്ടുവന്നോളാം. എന്നാ ഞാനങ്ങ് ചെല്ലട്ടെ മാഷേ. ബാലൻ സാറേ, ബാലൻ സാറേ, ബാലൻ സാറേ. ആശാൻ, എന്താ ഈ നേരത്ത്? ഞാൻ ബാലൻ സാറിന് കാണാൻ വന്നതാ. ബാലൻ സാർ ഇപ്പൊ പുറത്തു പോയതല്ലേ ഉള്ളൂ. അശ്വതി കുഞ്ഞിനെ കണ്ടാൽ മതി. അശ്വതി എന്റെ മക്കളെയും കൊണ്ട് വായാടിക്കുന്നതിന്റെ മുകളിലേക്ക് പോയിരിക്കുക. മാഷിപ്പ് അങ്ങോട്ടാ? ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാ. എന്താ ആശാനെ ഒരു പതിവില്ലാത്ത ചോദ്യം ചെയ്യൽ? പതിവില്ലാത്ത പലതും ആണല്ലോ ഇവിടെ നടക്കുന്നത്. എന്താണ് ഒരു മുരവെച്ചുള്ള സംസാരം? മാഷിനെന്തെങ്കിലും തോന്നിയോ? ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ മാഷെ. അല്ല, താമ്പലം ഉദ്ദേശിച്ച് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് ഈ തൊലിക്കെട്ട് കൂടുതലുള്ളവർക്ക്. അല്ല, ഈ തൊലിക്കെട്ട് കൂടുതലുണ്ടെങ്കിൽ കൊതുകടി ഏൽക്കില്ല എന്ന് പറയും. അല്ല മാഷെ, മാഷ് എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? മാഷ് പോകുന്ന വഴി എന്റെ അമ്മണി എങ്ങാനും കണ്ട ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞേക്കണം. എന്താണെന്നറിയില്ല, ഈയിടെയായിട്ട് അവളെ ഇടക്കിടക്ക് കാണാതെയാവും. അവളെ ഞാനിന്ന് കാലത്തും കണ്ടതാണല്ലോ ടൗണിലേക്ക് പോകുന്ന ബസ്സിൽ. പക്ഷേ അവൾ എന്നെ കണ്ടില്ല. അമ്മിണിയോ? ടൗണിലേക്കോ? അതെ, കൂടെ ആ നാരായണനുണ്ടായിരുന്നു. നാരായണനോ? അപ്പോ അമ്പലത്തിലെ ആനയെ വിട്ട് ഈ പോത്തിന്റെ കൂടെ നടപ്പ്. എന്താ ആശാനെ ഒരു കള്ളച്ചിരി? അല്ല, എന്റെ ജീവന്റെ ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടുന്നാ തോന്നുന്നത്. എന്താ? ഇല്ല, ഒന്നുമില്ല. മാഷ് പോയി. എന്നാ ഞാൻ കല്ലട്ടെ. മാഷ് വയ്ക്കും. അല്ല, താൻ വരുന്നില്ലേ? അല്ല, അമ്മിണിയോ നമ്മുടെ അശ്വതിയോ നമ്മുടെ ബാലൻ സാറോ വരുന്നവരെ ഞാനും മുറ്റത്ത് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. മാഷ് വയ്ക്കും. എന്നാ താൻ ഇരിക്കും, ഞാൻ ചെല്ലാം. ഇവിടെ നിന്ന് എന്തെങ്കിലൊക്കെ ഒന്ന് നടക്കും. അമ്മിണി,
കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. അയ്യോ കാക്കിച്ചി കൊത്തി പോകും. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. അല്ല ആശാൻ ഇവിടെ ഇരിക്കണ, ഞാൻ എവിടെയെല്ലാം നോക്കി. നോക്കേണ്ടടുത്ത് നോക്കിയാൽ ഈ ആശാനെ കാണും. അല്ലെങ്കിലും പണ്ട് മുതലേ നിനക്ക് വേണ്ടാത്തടുത്ത് നോക്കിയാലുള്ള ശീലം. അല്ല ഇതെന്താ ആശാൻ ഈ നേരത്തെ ഒരു പാട്ടും കൂത്തും? എടാ നിന്റെ കണ്ടിരുന്നതിൽ കുഴപ്പമില്ല. ഇവിടെ പാട്ട് മാത്രമേ ഉള്ളൂ, കൂത്തില്ല. ഞാനൊരു ആവേശത്തിന് പറഞ്ഞ ആശാനെ. നിന്റെ ആവേശം എനിക്ക് മനസ്സിലാവണുണ്ട്. ആശാനി പറയണേ മനസ്സിലാവണ്ട, എല്ലാം മനസ്സിലാവണ്ട. നടക്കട്ടെ നടക്കട്ടെ. ആശാനെ ഞാൻ ഇനി വന്ന കാര്യം പറയാം. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുക്കാൻ പോവാ. കുട്ടിശങ്കരുടെ കാര്യം ആശാനും നോക്കിക്കോണം. ആശാന് ചട്ടമൊക്കെ അറിയാലോ അല്ലേ? ചട്ടം മാത്രല്ലടാ, എനിക്ക് എല്ലാം അറിയാം, എല്ലാം. അല്ല നീ ലീവ് എടുത്തോടെ പോയിടും. ഞാൻ ഈ ഒറ്റയ്ക്കുള്ള ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നീ ജീവിതം അവസാനിപ്പിക്കാൻ പോടുന്ന? ഓ അതല്ല ആശാനെ, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. രണ്ടൊന്നും തന്നെയാടാ. എന്റെ കല്യാണം ഉടനെ ഉണ്ടാകും. ആശാനെ അനുഗ്രഹിക്കണം. നാരായണ പെട്ടെന്നായിക്കോട്ടെ, ഒട്ടും വൈകണ്ട. നിന്റെ കൂടെ ഞാനുണ്ടാ, എല്ലാം നന്നായി വരും. ആ എല്ലാം അറിയുമ്പോഴാ കളി കാര്യാവും പോണത്. ദേവിയേ കാത്തിരക്ഷിക്കണേ. ആശാനെ എന്നാ ഞാൻ അങ്ങോട്ട് പോയാലോ? എനിക്ക് നമ്മുടെ കൃഷ്ണന്റെ കൂടി ഒന്ന് കാണണം. നാളെ മുതൽ കുട്ടിശങ്കന്റെ പാപ്പാൻ ആശാനാണെന്ന് ഞാൻ പറഞ്ഞു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല 1-2 ദിവസത്തേക്കല്ലേ വേണ്ടു? അതെ അതെ അത് മതി. ഈ മേലന് ഈ ശീലില്ലാത്തതാ, അതുകൊണ്ടാ. എനിക്ക് നീ പോയിക്കോ. ഇല്ലടി, നിന്റെ 16 അടി നിൽക്കരുത്. നിങ്ങളുടെ അടിയന്തര സത്യമുണ്ട്. ഏമ്പക്കം വിട്ടിട്ടെ ഞാൻ വടിയാവും. അല്ല നിങ്ങളെന്താ ഇവിടെ? ഞാൻ നമ്മുടെ ബാലസാറിനെ കാണാൻ വന്നതാ. ഞാൻ വരുന്നതിന് മുമ്പ് സാറ് പുറത്തേക്ക് പോയി. അശ്വതി കുഞ്ഞും ആ മാഷ പിള്ളേരും കൂടെ വായാടിക്കുന്നിന്റെ മുകളില. മാഷ് അവരെ കൊണ്ടുവരാൻ പോയി. അങ്ങനെ ആ സ്നേഹമുള്ളവര് ഭാര്യയും ഭർത്താവൊന്നല്ലല്ലോ ഇത്ര കണ്ട് സ്നേഹിക്കാൻ. ഭാര്യയ്ക്കും ഭർത്താവിന് മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ. എന്താടി നിനക്ക് അങ്ങനെ ബന്ധുണ്ടോടി? ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നീ ചൂടാവൊന്നും വേണ്ട. അല്ല ഇത്ര നേരം നീ ഇവിടെ ഇരുന്നു? ഞാൻ ടൗണിലേക്ക് ഒന്ന് പോയി. ഒറ്റയ്ക്കാണോ അതോ? അല്ല, കൂടെ വേറൊരാളുണ്ടായിരുന്നു. എനിക്ക് സൗകര്യമുള്ളവരുടെ കൂടെ ഞാൻ പോകും. നിങ്ങൾക്കല്ല. അല്ല ഞാൻ ഇവിടെ നിന്നോട് ആരാ പറഞ്ഞത്? നാരായണേട്ടൻ പറഞ്ഞതാ. അപ്പൊ വിവരങ്ങൾ കൈമാറുന്നുണ്ട്. എങ്കിൽ നമുക്ക് പോയാലോ? വേണ്ട വേണ്ട, നിങ്ങൾ പതുക്കെ വന്നാ മതി. അതെന്താ? ഞാനൊരു സ്ഥലം വരെ പോവാ. വീട്ടിലെത്തുമ്പോഴേക്കും നിങ്ങൾ വന്നാ മതി. നിങ്ങൾ എന്താ ആലോചിക്കുന്നേ? ഇല്ല ഒന്നുമില്ല. എങ്കിൽ നീ ചെല്ലേ, പോയിക്കോ, ഞാനിങ്ങ് എത്തിക്കോളാം. എന്താ എത്ര വൈകിയത്? ഞാൻ എത്ര നേരം കാത്തിരിക്കുന്നു.
ചേച്ചി എന്താ വായിക്കുന്നേ? സ്റ്റോറി ബുക്ക്, അത് ജംഗിൾ ബുക്ക്. ചേച്ചി നമുക്കെല്ലാം കളിക്കാം. അല്ല, നീ എന്റെ ഹോംവർക്ക് തീർത്തോ? അതെപ്പോഴേ തീർന്നു. ആ ചേച്ചി നമുക്ക് വല്ലതും കളിക്കാം. ഇപ്പൊ എന്ത് കളിക്കാനാ? നമുക്ക് അക്ക് കളിച്ചാലോ? അക്ക് ഓക്കെ. കള്ളക്കളി കളിക്കരുത്. ചേച്ചി കള്ളക്കളി കളിക്കാതെ മതി. ചേച്ചി ആ കള്ളക്കളി കളിക്കുന്നേ. ഓക്കെ ശരി, ഞാൻ പോയി ചോക്കം കല്ല് എടുത്തോണ്ട് വരാവേ. വേഗം വരണേ. ആരാദ്യം കളിക്കും? ആദ്യം ആരാ കളിക്കാം? എനിക്കൊരു സൂത്രമുണ്ട്. 1 2 3 4 5 6 7 8 മല പൊട്ടി പരമശിവൻ ഞെട്ടി പാർവതിക്കൊരു കുട്ടി ഗണപതി. ചേച്ചോട്ടെ, ഞാനേതാ കളിക്കുന്നേ? അയ്യോ മക്കളെ, എന്താ പറ്റി? മോനെ എന്തിനാ കരയുന്നേ? എന്തിനാ മോളെ അവനെ തള്ളിയിട്ടത്? കൊച്ചുകുട്ടിയല്ലേ? ഇവൻ കള്ളം പറയാണ്ടി. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ തൊട്ടുള്ളൂ. ഇല്ല ആന്റി, ഞാനൊന്നും ചെയ്തിട്ടില്ല. കോട്ടെ കോട്ടെ, സാരമില്ല. മോന്റെ ചേച്ചിയല്ലേ. മോൻ എവിടെയാ വേദനിക്കുന്നത്? ആന്റി ഒഴിഞ്ഞു തരാം കേട്ടോ. മോളെ, അനിയനോട് വന്ന് സോറി പറഞ്ഞേ. ഞാനൊന്നും ചെയ്തില്ല. സാരമില്ല, മോള് വന്ന് സോറി പറ. സോറി ചേച്ചിന്റെ കൊല്ലമല്ലേ. വാ നമുക്ക് കളിക്കാം. ആ, ഇപ്പൊ രണ്ടാളുടെ വഴക്കൊക്കെ മാറിയില്ലേ? ഇനി കളിക്കുമ്പോ വഴക്കുണ്ടാക്കുവോ? ശരി, സമയം ഒരുപാടായി. ആണ്ട് രണ്ടാൾക്കും ഭക്ഷണം തരാം. പപ്പ ഒന്നുമില്ലല്ലോ, നമുക്ക് പപ്പ എപ്പോഴും വാരി തരാറ്. വാരി തന്നാ മതി. ശരി ശരി, ഇന്ന് ആന്റി വാരി തരാം. അച്ഛൻ വരുമ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കരായിരിക്കണം. അകത്ത് പോയി കഴിവഴുകിയിരുന്നു. ആന്റി ഇതാ ഇപ്പൊ വരാം. അശ്വതിയല്ലേ? മനസ്സിലായില്ല. നിങ്ങളുടെ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന വിൻസൻ മാഷ് മാഷ് ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. മാഷെ കാണാൻ വന്നതാണോ? എനിക്ക് കാണേണ്ടത് അശ്വതിയുടെ അച്ഛനെയാണ്. എന്റെ പേര് മാധവദാസ്. ഇവിടെ ടൗൺഷിപ്പിന്റെ പണി നടത്താൻ പോകുന്ന ഞാനാണ്. അതിനു മുമ്പ് എനിക്ക് ആവശ്യമുള്ള ഒരു പേപ്പർ കുട്ടിയുടെ അച്ഛന്റെ കയ്യിലുണ്ട്. ഞാൻ അച്ഛനെ വിളിക്കാം. അശ്വതി, തിരക്കില്ല, വെളുക്ക മതി. അശ്വതിയെ പോലെ സുന്ദരിയായ പെൺകുട്ടിയോട് വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ അശ്വതിക്ക് അതിൽ വിരോധം വല്ലതുണ്ടോ? അച്ഛാ, അച്ഛാ, ഇത് അച്ഛനെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആരാ? എന്താ കാര്യം? ഞാൻ മാധവദാസ്. ഇവിടെ ടൗൺഷിപ്പിന് പണി നടത്താൻ പോകുന്ന ഞാനാണ്. അതിനു മുമ്പ് ജനങ്ങൾ ഒപ്പിട്ടെന്നൊരു സമ്മതപത്രമുണ്ട്. അത് കിട്ടിയിരുന്നെങ്കിൽ ചന്ദ്രൻ പറഞ്ഞു സാറിനോട് ചോദിച്ചാൽ കിട്ടും. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങി വെച്ചിട്ടേ 2 ദിവസമായി. അല്ല, ചന്ദ്രൻ എവിടെ? പലതവണ ഞാൻ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ഞാൻ തന്നെ വരാമെന്ന് വിചാരിച്ചു. ഒരു മിനിറ്റ്. ഇതാണ് സമ്മതപത്രം. പിന്നെ സാറേ, ഈ നാടിന് കൈവരാൻ പോകുന്ന വികസനവും ഇവിടുത്തെ ആൾക്കാർക്ക് കിട്ടാൻ പോകുന്ന ജോലിയും അതെല്ലാം ആലോചിച്ചിട്ടാ ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഒപ്പ് ശേഖരിക്കാനും നാം മുന്നിട്ട് ഇറങ്ങിയത്. ഒടുവിൽ ഞങ്ങൾക്ക് ചതിപറ്റിയ പോലെ ആകരുത്. ഏയ് സാർ, ആ കാര്യത്തെ പേടിക്കണ്ട, അങ്ങനൊന്നും സംഭവിക്കില്ല. സാറേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എനിക്കും കുറച്ച് ധൈര്യമില്ല. അപ്പൊ കാണാം സാറേ. മക്കളെ,
മോനെ ചേച്ചിയുടെ ബുക്കല്ലേ അത് എടുത്തു കൊടുക്ക്. ഞാൻ എടുത്തില്ല ആന്റി, ഞാൻ കണ്ടത് ആന്റി എടുത്തിട്ടുണ്ട്. ആന്റി മോന് വേറെ ബുക്ക് മേടിച്ചു തരാം. അത് ചേച്ചിയുടെ ബുക്കല്ലേ, അത് എടുത്തു കൊടുക്ക്. എന്നാ ചേച്ചി സോറി. സോറി ആന്റി. ശരി ശരി. മക്കളെ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ അശ്വതി, ഇവരുടെ അപ്പച്ചൻ ഇതുവരെ എത്തിയില്ലേ? ഇല്ല ഫാദർ, ടൗണിൽ പോകേണ്ട എന്തോ ആവശ്യമുണ്ട്. അങ്ങോട്ട് പോയിട്ടേ വരുമെന്ന് രാവിലെ അച്ഛനോട് പറയുന്നത് കേട്ടു. ഓ ആ, മക്കൾക്ക് ആന്റി ഇഷ്ടമായോ? പിന്നെ ഒരുപാട് ഇഷ്ടമായി. ഫാദറിന് അറിയോ ആന്റിക്ക് എത്രമാത്രം കഥ അറിയുന്ന? അതെയോ, നന്നായി. മക്കൾക്ക് ഒത്തിരി കഥകൾ കേൾക്കാമല്ലോ. ആ മോളെ, ബാലൻ സാർ ഇല്ലേ ഇവിടെ? ഉണ്ട് ഫാദർ. ഇന്ന് അമ്പലത്തിൽ നാടകം കാണാൻ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അച്ഛനെ വിളിക്കാം. ഓ ശരി. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു മക്കളെ? നല്ലതായി പോണു ഫാദർ. ഫാദർ നിങ്ങൾക്ക് ഉറങ്ങാൻ സമയമായി. അതെയോ? ഫാദർ ഞങ്ങൾ ഉറങ്ങാൻ പോട്ടെ. ഓ ഗുഡ് നൈറ്റ് ഫാദർ. ഗുഡ് നൈറ്റ് മക്കളെ. ഫാദർ, അച്ഛൻ കുളിമുറിയിലാ. ഫാദറിനോട് നടന്നോളാൻ പറഞ്ഞു. അച്ഛൻ പിന്നാലെ വന്നോളാമെന്ന്. ഓ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. മോളെ അശ്വതി, എന്താ ഫാദർ? ഞാനൊരു കാര്യം പറഞ്ഞാൽ ഓൾക്ക് വിഷമമാകരുത്. ഇല്ല ഫാദർ, പറഞ്ഞോളൂ. പ്രായമായവരുടെ മനസ്സ് കുട്ടികളുടേതുപോലെ ചെറിയ വിഷമത്തിൽ പോലും അത് വല്ലാതെ വേദനിക്കും. പക്ഷേ ആരും കാണാതെ ആരെയും അറിയിക്കാതെ അവരാ വേദന ഉള്ളിലുതും എന്ന് വെച്ച് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ അത് കണ്ടില്ലെന്ന് അടിക്കുകയും ചെയ്യരുത്. ഫാദർ, ഞാനൊന്നും മനഃപൂർവ്വമല്ല. ഫാദറിന് അറിയാലോ. മനസ്സിലായി. മോളിനി എന്താണ് പറയാൻ പോകുന്നത് എന്ന് എനിക്കറിയാം. ഞാൻ മോളെ കുറ്റപ്പെടുത്തിയതല്ല. നമുക്കിഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി അത് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അത്രമാത്രം ആലോചിച്ചാൽ മതി. ആ ഇപ്പോൾ ഞാൻ അത്രയേ പറയുന്നു. എല്ലാത്തിനും കർത്താവ് തന്നെ ഒരു വഴി കാണിച്ചു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. മോളെ ശ്രുതി, എന്താ അച്ഛാ? കുട്ടികൾ ഉറങ്ങിയോ മോളെ? ഹാവൂ, രണ്ടും കൂടെ കുറെ കടിപിടി കൂടി ദാ ഇപ്പൊ ഉറങ്ങാൻ കിടന്നതേ ഉള്ളൂ. ഇന്നിനി അവർ ഇവിടെ കിടന്നോട്ടെ. മാഷ് വരാൻ വൈകുന്നാ തോന്നണത്. അതാ നല്ലത്. അവരുടെ കുറുമ്പോൾ കണ്ടിരുന്നാൽ നേരെ പോകുന്നത് അറിയുകയില്ല അച്ഛാ. അവനുണ്ടല്ലോ, അവൻ പറയുവാ ഞാൻ അവന്റെ അമ്മയെ പോലെയാണെന്ന്. അവൻ കൊച്ചുകുട്ടിയല്ലേ. പിന്നെ അച്ഛൻ അലീനമ്മയുടെ പാട്ട് ഡാൻസ് ഒന്ന് കാണണം. 2 ദിവസം മുമ്പ് അലീന മോൾ എനിക്കൊരു പാട്ട് പാടി കളിപ്പിച്ചു തന്നിരുന്നു. അതെയോ? അവർ അച്ഛനൊരു പേരിട്ടിട്ടുണ്ട്. എന്താ അത്? കണ്ണട അപ്പൂപ്പൻ. കണ്ണട അപ്പൂപ്പൻ. നല്ല രസമുണ്ടല്ലേ അച്ഛാ? എന്റെ മോളുടെ ഈ മാറ്റം കാണുമ്പോ അച്ഛൻ ഏറെ സന്തോഷമുണ്ട്. എത്ര നാളായി എന്റെ മോളിങ്ങനെ കളിച്ചിരിച്ച് വർത്താനം പറഞ്ഞു കണ്ടിട്ട്. എന്താന്നറിയില്ല അച്ഛാ, മനസ്സിന്റെ ഭാരം വല്ലാണ്ട് കുറഞ്ഞതുപോലെ. മോളെപ്പോഴും ഒരു കാര്യം ഓർക്കണം. എന്താ അച്ഛാ? ഇപ്പോ കാണുന്ന ഈ സന്തോഷമെല്ലാം നമ്മുടെ സ്വന്തമല്ല. അതെപ്പോ വേണമെങ്കിലും നമ്മെ വിട്ട് പോയേക്കാം. അങ്ങനെ നഷ്ടപ്പെട്ടാൽ അതെന്റെ മോളെ മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമോന്നാ ഈ പച്ചന്റെ പേടി. സ്വന്തമല്ലാത്തൊന്നും ആഗ്രഹിക്കാൻ പാടില്ല മോളെ. സ്വന്തമല്ലാത്തത് ആഗ്രഹിക്കുന്നത് തെറ്റാണെന്നറിയാം. പക്ഷേ സ്വന്തമായതിനെ ആഗ്രഹിച്ചിട്ടും ദൈവം എനിക്ക് തന്നില്ലല്ലോ അച്ഛാ. മതി. അച്ഛൻ ഓരോന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞിനെ കരപ്പിച്ചു. മോള് കുട്ടിയുടെ അടുത്ത് ചെല്ല്. അച്ഛൻ ഇറങ്ങുക. മാഷ് വന്ന വീടിന്റെ താക്കോൽ ടിവിയുടെ മുകളിലുണ്ട്.
ആന്റിയുടെ മക്കൾ ഉറങ്ങിയില്ലേ ഇതുവരെ? ഉറക്കം വരുന്നില്ല ആന്റി. ആന്റിയുടെ മടി കിടന്നാലേ ഉറക്കം വരൂ. ശരി മക്കളെ. രണ്ടുപേരും പാട്ട് കേട്ട് കിടന്ന് ഉറങ്ങിയല്ലേ? ഉറങ്ങാൻ കിടക്കുമ്പോൾ പാട്ട് കേൾക്കുന്നത് രണ്ടുപേർക്കും വലിയ താല്പര്യമാണ്. ഞങ്ങൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായല്ലേ? വേണ്ട, ഉണർത്തണ്ട, ഇന്നിവിടെ കിടന്നോട്ടെ. അത് അശ്വതിക്ക് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അവർ സുഖമായി ഉറങ്ങട്ടെ. എങ്കിൽ കാലത്ത് നേരത്തെ വിളിക്കണേ, രണ്ടുപേർക്കും ക്ലാസ് ഉള്ളതാ. അല്ല, ബാലൻ സാർ വന്നില്ലേ? അച്ഛൻ നാടകം കാണാൻ പോയി. അതെന്താ, അശ്വതി പോയില്ലേ? ഏയ്, പോയില്ല. പിന്നെ ഇവരെ തനിച്ചാക്കി എങ്ങനെയാ പോവാ? ഓ, അത് ശരിയാണല്ലോ. കാലത്ത് പറയായിരുന്നില്ലേ, ഞാൻ നേരത്തെ വന്നേനെ. ഞാൻ വെറുതെ പറഞ്ഞതാ മാഷേ. പോകാൻ തോന്നിയില്ല. പോകണമെന്നൊട്ട് ആഗ്രഹവും ഇല്ല. അതെന്താ, നാടകം ഇഷ്ടമില്ലേ? ജീവിതമെന്ന നാടകം പാതിരച്ച് തിരശ്ശീല വീണു. വേഷങ്ങളും സമയങ്ങളും അഴിച്ചു വെച്ചു. രണ്ടാമതൊരിക്കൽ കൂടി അതാണ്
എന്ന് വിചാരിച്ചു. അശ്വതിയെയും അച്ഛനെയും വേദനിപ്പിക്കുന്ന എന്തൊക്കെയോ നിങ്ങളുടെ മനസ്സിൽ കിടന്ന് വിങ്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതെന്താണെന്ന് ചോദിച്ചറിയണമെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചതാണ്. പിന്നെന്താ മാഷ് ചോദിക്കാതിരുന്നത്? അത് ഒരു പക്ഷേ നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ശരിയില്ലെന്ന് തോന്നുന്നു. പക്ഷേ അശ്വതി ഒരു കാര്യം ഓർക്കണം. എന്ത് ദുഃഖം വരുമ്പോഴും എന്നെപ്പറ്റി ആലോചിക്കണം. എന്നെപ്പോലെ മറ്റനേകം പേർ. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അശ്വതിയോട് പറഞ്ഞതല്ലേ. എന്നിട്ടും ഞാൻ തളർന്നു? ഇല്ല. സന്തോഷം അഭിനയിച്ചു ജീവിക്കുന്നു എന്റെ മക്കൾക്ക് വേണ്ടി. പിന്നെ ഇപ്പോ അശ്വതി, ഞാൻ പറയുന്നത് ഇപ്പോ തനിക്ക് വേണ്ടി. എന്നാ ഞാനങ്ങോട്ട്. പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലേ ഒരൊറ്റ വിളി, ഞാനിവിടെ എത്തും. എന്നാ ഗുഡ് നൈറ്റ്. വിളിക്കാതെ തന്നെ എപ്പോഴും എന്റെ അരികിലുണ്ടല്ലോ മാഷേ. ഇവന്മാരി മണ്ണും കൊണ്ട് മരണപ്പാച്ചിൽ പായാൻ തുടങ്ങിയിട്ട് ദിവസം കുറെ ആയല്ലോ. ഒടിയടിച്ച് ചുമച്ച് ചുമച്ച് വയ്യാണ്ടായല്ലോ പടച്ചോനെ. അല്ല ഹാജരെ, ഇത് എത്ര ദിവസമായി മണ്ണെടുപ്പ് തുടങ്ങിയിട്ട്? പണി ഇതുവരെ തുടങ്ങിയില്ലല്ലോ. അതന്നെ അപ്പൊ നമ്മളും ആലോചിക്കണത്. അറിഞ്ഞില്ലേ ഹാജാരെ കാര്യങ്ങളൊക്കെ? എന്താ ചോ എന്തോ എന്തെങ്കിലും കുഴപ്പമുണ്ടാ? എന്റെ ഹാജാരെ, നമ്മൾ വിശ്വസിച്ചതുപോലെ ഇവിടെ വരാൻ പോകുന്നത് ടൗൺഷിപ്പ് ഒന്നുമല്ല. പിന്നെ ടൗൺഷിപ്പ് എന്നല്ലേ നമ്മളോട് പറഞ്ഞത്? അല്ല, ഇവിടെ വരാൻ പോകുന്നത് ഫാക്ടറിയാ. ഫാക്ടറി. എന്താ ചോ ഈ കേട്ടതൊക്കെ സത്യമാണോ? ആ ചന്ദൻ നമ്മളെ ചതിച്ചല്ലോ. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് കാര്യങ്ങൾ ഇത്ര മുന്നോട്ട് പോകുന്നു വിചാരിച്ചില്ല. നിങ്ങൾ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട ബാലു സാറേ. നമ്മുടെ വിൻസെന്റ് മാഷെ സ്കൂളിന്റെ ആവശ്യത്തിന് വേണ്ടി കലക്ടറേറ്റിൽ പോയിരുന്നു. അവിടുന്ന് കിട്ടിയ വിവര ഇവിടെ വരാൻ പോകുന്നേ ടൗൺഷിപ്പ് ഒന്നുമല്ല, ഫാക്ടറിയാ. ഫാക്ടറി, കാർബൈഡ് ഫാക്ടറി. അതുകൊണ്ട് നമുക്കെന്താ കുഴപ്പം? ഇടോ വെളിച്ചപ്പാടേ, അതിന്റെ പ്രവർത്തനം ഇവിടെ തുടങ്ങിയാൽ വായാടിക്കുന്നിന്റെ പരിസ്ഥിതിയെയും ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യത്തെയും സാരമായി ബാധിക്കും. അല്ല, നമ്മൾ കുറേശ്ശായി മയ്യത്താവുന്ന ചുരുക്കം. അല്ല, മാഷ് എവിടെ പോയി? മാഷ് ഒന്ന് കൂടുതൽ വിവരം അറിയാലോ. അവരിപ്പോൾ വരും. എന്നെയും വിളിച്ചിരുന്നു. ഈ വിവരം അറിഞ്ഞ മുതൽ മനസ്സിനൊരു സമാധാനവുമില്ലാതെ. എന്റെ മാഷെ, ഞങ്ങൾ ഈ കേട്ടതൊക്കെ സത്യമാണോ? 100% സത്യം. ആ ചന്ദ്രനും മാധവദാസും കൂടി നമ്മെ ചതിക്കുകയായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ നാമും അതിൽ പങ്കാളികളായി. എത്രയും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പതിറ്റാണ്ടുകളായി നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന പൈതൃകവും പാരമ്പര്യം ഖബറുകൾക്ക് നമ്മൾ ആരെയും അനുവദിച്ചുകൂടാ. ഞാനൊന്ന് ഉറങ്ങി കൊള്ളേണ്ടി വരും ഭഗവതി. നിങ്ങളല്ല എന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ് എങ്കിൽ നാട്ടുകാരെ മുഴുവൻ നമുക്ക് വിവരം അറിയിക്കണം. അതിനു മുമ്പ് ഈ ലോറികൾ തടഞ്ഞ് മണ്ണെടുപ്പ് നമുക്ക് നിർത്തണം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഈ നാട് മുഴുവൻ നിന്റെ കൂടെ ഉണ്ടാകും. എന്നാ വേഗം പോവാ.
എങ്ങോട്ടെല്ലാരും കൂടി? ലോറികൾ തടുക്കാനായിരിക്കുമല്ലേ? എന്തിനാ? ഈ നാടിന് വരാൻ പോകുന്ന വികസനം ഇല്ലാതാക്കാനോ? ചന്ദ്ര, നിന്റെ ചതിക്ക് കൂട്ടു നിൽക്കാൻ ഇനി ഞങ്ങളെ കിട്ടില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് പിടിച്ച ചന്ദ്രനല്ല, നിങ്ങൾക്കാ. പൈതൃകം ബാധിക്കുമ്പോൾ പറഞ്ഞ് ഇനി ഞങ്ങളെ കെട്ടിയിടാൻ നോക്കണ്ട സാറേ. ഇപ്പോഴിവന്റെ തനി സ്വരൂപം എല്ലാവർക്കും മനസ്സിലായില്ലേ? പിന്നെ അല്ലാണ്ട് വഞ്ചകൻ, ചതിയൻ. ചന്ദ്ര, വെറുതെ നാട്ടുകാരെ മുഴുവൻ നിന്റെ ശത്രുക്കളാക്കണോ? നാട്ടുകാരോ? ഇവിടുന്ന് ആരും നിങ്ങളുടെ കൂടെ ചേരാൻ വരില്ല. കാരണം അവർക്ക് വേണ്ടത് തൊഴിലാണ്. അത് ഈ നാടിന്റെ ഇത്തരത്തിലുള്ള ഒരു വികസനത്തോടെ നടക്കുള്ളൂ. അതിന് തയ്യാറായി ആരെങ്കിലും മുന്നോട്ട് വന്നാ 2 കൈകൾ നീട്ടി സ്വീകരിക്കും ഞങ്ങള്. നിർത്തടാ, മതി. മാധവദാസ് എന്ന കോർപ്പറേറ്റ് ഭീമന്റെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങി സ്വന്തം നാടിന്റെ പൈതൃകം ഒറ്റുകൊടുക്കുന്ന വഞ്ചകൻ മാധവദാസോ? എനിക്കാരും അറിയില്ല. എന്നാ എനിക്കവനറിയാം അവന്റെ ചെയ്തികളെ. എടാ, നീ വിചാരിച്ച ഈ മാധവദാസിനെ ഒരു ചുക്കം ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. വാ സാറേ, നമുക്ക് നിനക്കെന്താടാ ഞങ്ങളുടെ വിഷയത്തിൽ കാര്യം? കണ്ട വരുത്തന്മാരൊന്നും കയറി ഇവിടെ ഇടപെടണ്ട. ഒരാളുടെ മാത്രം പ്രശ്നമല്ല, ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോരുത്തരും പ്രശ്നമാണ്. നടക്ക്, കൂടുതൽ സംസാരിച്ചിരിക്കാൻ നേരല്ല. എടാ ചന്ദ്ര, നീ ഒരു ചതിനെ നടന്നില്ലടാ. മാഷേ, ഞാനുണ്ട്. ഹലോ സാറേ, ഞാൻ ചന്ദ്രനാണ്. കാര്യങ്ങൾ അത്ര പന്തിയല്ല. നമ്മുടെ പരിപാടികൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതെ, അവനാണ് അവരുടെ നേതാവ്. ഇല്ല, അയാൾ അവരോട് പോയി. തൽക്കാലം നമ്മുടെ ലോറികൾ തിരിച്ചു വിളിക്കണം. കാര്യങ്ങളൊക്കെ ഒന്ന് ശാന്തമാകട്ടെ. എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് ആലോചിച്ച് തീരുമാനിക്കാം. ഓ, അപ്പൊ ശരി. ഓ, വണ്ടികളാ. എന്നാലും വിൻസെന്റ്, നിനക്ക് ഇത്ര ധൈര്യവും കഴിവുണ്ടെന്ന് ഞാൻ കരുതിയില്ല. മാഷിന് ഒരാളുടെ ധൈര്യത്തിന്റെ പുറത്താ കാര്യങ്ങൾ ഇത്ര ഭംഗിയായി പോയത്. ലോറികൾ തെരഞ്ഞ് മണ്ണെടുത്ത് നിർത്തിയോണ്ട് കാര്യമായില്ല. ഇനി എന്താ വേണ്ടെന്നാൽ നമ്മളെല്ലാവരും കൂടി ഒന്ന് തീരുമാനിക്കണം. അതെ, ഇവിടെ ഞങ്ങൾ വിചാരിച്ചത് ചില കാര്യങ്ങൾ നടക്കുന്ന എനിക്ക് മനസ്സിലായില്ലേ ശൈത്താനെ? ചന്ദ്ര, ഒരു നാടിനെ തന്നെ നീ ഒറ്റുകൊടുക്കാൻ നോക്കിയത്. അവനൊരു തെറ്റ് പറ്റിയതാ, നമുക്കവൻ ക്ഷമിച്ചേക്കാന്ന്. വേണ്ട, എനിക്കാരുടെ ഔദാര്യം വേണ്ട. എടോ, താനും ഇവരോടൊപ്പം കൂടിയല്ലേ? ശരി. വിൻസെന്റ്, നീ ജയിച്ചല്ലോ. ചന്ദ്രൻ തോറ്റു. ചന്ദ്രന്റെ നാട്ടുകാരുടെ മുന്നില് ചന്ദ്രൻ തോറ്റു നാണം കെട്ടു. പക്ഷേ പ്രശ്നങ്ങൾ ഇവിടം കൊണ്ട് തീർന്നു എന്ന് ആരും കരുതണ്ട. എന്ത് സംഭവിക്കും സൂക്ഷിച്ചോ. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ മണ്ണെടുപ്പ് എന്നേക്കുമായി നിർത്തണം. റവന്യൂ വകുപ്പിലെ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിൽ എന്റെ ഒരു സഹപാഠിയുണ്ട്. നമുക്ക് അവരെ കണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു അവസാന തീരുമാനം. അതെ, അതാണ് അതിന്റെ ശരി. ആശാനെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ വിളിച്ചപ്പാടെ? ആശാനിത് എന്ത് പറ്റി? അല്ല, നിന്നൊന്നിപ്പോ കാല് മാറിയോണ്ട് ചോദിച്ചതാ. വിളിച്ചപ്പാടെ, കാര്യം ഞാൻ കള്ളുകൂടിയവനും കുടുംബം നോക്കാത്തവനും പണിക്ക് പോത്തവരൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്നുവരെ ആരും ചതിച്ചിട്ടില്ല, ചതിക്ക് കൂട്ട് നിൽക്കുകയില്ല. ആശാനെ, വെളിച്ചപ്പാട് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ? നമുക്കാണ് ഒന്നിക്കാം. അതൊക്കെ പോട്ടെ, ഇന്ന് എല്ലാവർക്കും നമ്മുടെ വക ബിരിയാണി. അത് കൊള്ളാലോ. ഇതിങ്ങനെയെങ്കിലും നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? നമ്മുടെ ആമിനാന്റെ കൈപ്പുണ്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് അറിയുകയും ചെയ്യാം. എന്നാ നമുക്ക് പിരിയാം.
എന്താ ഞാൻ വന്നത് നിനക്കൊരു ശല്യായോ? അല്ല, അച്ഛൻ സുലൈമാനിക്ക് കണ്ടിട്ട് വൈകിയേ വരുമെന്ന് പറഞ്ഞിരുന്നതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അതവിടെ നിൽക്കട്ടെ. ഇത്രയും നേരം നീ എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ മാഷിന്റെ വീട്ടിലുണ്ടായിരുന്നു. കുട്ടികളുമായി സംസാരിച്ചിരുന്നു. നേരെ പോയത് അറിഞ്ഞില്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവിടെ തന്നെ താമസിക്കാമായിരുന്നില്ലേ? അച്ഛാ, അച്ഛൻ ഇതെന്ത് പറ്റി? പോയ പോലെ അല്ലല്ലോ ആള് തിരിച്ചു വന്നപ്പോ. അല്ല, മാറിപ്പോയി. ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായ എന്ത് അനുഭവം ഉണ്ടായ കാര്യമാ അച്ഛനീ പറയുന്നത്? ഒരച്ഛനെ മകളോട് ചില കാര്യങ്ങൾ പറയുന്നതിന് പരിമിതിയുണ്ട്. എന്നാലും പറയാ, നീ ഇനി മാഷി വീട്ടിൽ പോകണ്ട. അച്ഛാ, അച്ഛൻ എന്നെ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നു. ഒന്ന് തുറന്നു പറയാ അച്ഛാ. നീയും ആ മാഷും തമ്മിൽ ആളുകൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സാറേ, അശ്വതി തെറ്റൊന്നും ചെയ്തിട്ടില്ല. അശ്വതി എന്റെ മോളാ മാഷെ. തെറ്റ് ചെയ്തിട്ടില്ലാന്നും തെറ്റ് ചെയ്യില്ലാന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ആളുകൾ ഓരോന്ന് പറയുന്നതിന് ഞാൻ എന്ത് പിഴച്ചു വെച്ചാ? പറയുന്നവർ അവിടുന്ന് പറയട്ടെ. മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാൻ ധൈര്യമില്ലാത്തവരാ ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നത്. മാഷിന് അത് പറയാം. ഇന്നല്ലെങ്കിൽ നാളെ മാഷ് വേറൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോകും. പക്ഷേ ഞങ്ങൾക്ക് ഇനിയും ഇവിടെ ജീവിക്കാനുള്ളതാ. തൽക്കാലം ഞാൻ എങ്ങോട്ടും പോവാൻ ഉദ്ദേശിക്കുന്നില്ല. അഥവാ അങ്ങനെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ അശ്വതിയെ എന്റെ കൂടെ അയക്കാൻ സാറിന് സമ്മതമാണോ? എന്റെ ഭാര്യയായിട്ട്, എന്റെ കുട്ടികളുടെ അമ്മയായിട്ട്. മാഷിന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അശ്വതിക്ക് അറിയാമോ? ഞാനവളോട് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അവളെന്ത് പറഞ്ഞു? അച്ഛന് സമ്മതമാണെങ്കിൽ അശ്വതിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞോളൂ? വേറൊന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ല. എന്താ സാറേ? പറയില്ല. ചെറുപ്പം മുതലേ എന്റെ കുട്ടി ദുഃഖങ്ങളെല്ലാം ഉള്ളിലൊതുക്കുക പതിവ്. ഒന്ന് തെളിച്ചു പറയൂ സാറേ. പക്ഷേ എന്റെ മോള് ഒരു വിധവയാണ്. സാറേ, ഈ പറയുന്നത് സത്യമാണോ? 10 വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ വിവാഹം കഴിഞ്ഞതാ. അന്ന് എനിക്ക് പാലക്കാടായിരുന്നു ജോലി. ഒറ്റ മോളാണല്ലോ. വിവാഹവും വിരുന്നും എല്ലാം ആർഭാടമായി നടത്തി. പക്ഷേ അവൾക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ ആ കുഞ്ഞ് വൈകിയ അറിഞ്ഞത്. അവളുടെ ഭർത്താവ് മയക്കുമരുന്നിന് അടിമയായിരുന്നു. ഞങ്ങളറിയാൻ വൈകിപ്പോയി. എന്നും അടിയും തൊഴിയും. പക്ഷെ മോൾ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. എല്ലാം ഉള്ളിലൊതുക്കി സഹിച്ച് ജീവിച്ചു എന്റെ മോൾ. ഒരു ദിവസം മയക്കുമരുന്നിന്റെ ഉന്മാദ അവസ്ഥയിൽ കട്ടിലിൽ കിടന്നുറങ്ങിയ കുഞ്ഞിനെയും എടുത്ത് അയാൾ കിണറ്റിൽ ചാടി. 2 പേരും മരിച്ചു. ആ ദുഃഖത്തിലാ എന്റെ അശ്വതിയുടെ അമ്മയും മരിച്ചത്. സാറേ, ഇത്രയും ദുഃഖങ്ങൾ. പിന്നീട് ഞങ്ങൾ അവിടെ നിന്നില്ല. നേരെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. പെൻഷനായത് ഇവിടെ വെച്ചാ. പിന്നീട് ഇവിടെ വിട്ട് പോയില്ല. ഈ വിവരങ്ങൾ ഫാദറിനും കൃഷ്ണേട്ടനും ഹാജിയർക്കും മാത്രമേ അറിയൂ. ഇപ്പോ മാഷിനും. സാറേ, ഇത്തരം ദുഃഖങ്ങൾ ഉള്ളിലേക്ക് കഴിയുന്നവരാണ് നിങ്ങളെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇത്രയൊക്കെ കേട്ടിട്ടും എന്റെ മകളെ സ്വീകരിക്കാൻ മാഷിന് സമ്മതമാണെങ്കിൽ ജാതിയും മതവും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. സന്തോഷത്തോടെ എന്റെ മകളെ കൈപിടിച്ച് തരിഞ്ഞു. വേണം സാറേ. ഇനിയുള്ള ജീവിതത്തിൽ എന്റെ കൂടെ നടക്കാൻ അശ്വതി എന്റെ കൂടെ. പക്ഷേ നല്ലവണ്ണം ആലോചിച്ച് വേണം ഒരു തീരുമാനമെടുക്കാൻ. ഞങ്ങൾക്ക് ഇനി എന്ത് ആലോചിക്കാനാണ് സാറേ? എന്റെ മക്കൾക്ക്
അശ്വതി എന്ന് വെച്ച ജീവന തിരിച്ചവൾക്കും. ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് സാർ? ഞാൻ അശ്വതി ഒന്നിച്ച് ജീവിക്കേണ്ടവർ നിങ്ങളാണല്ലോ. നിങ്ങൾ പരസ്പരം സംസാരിക്കും. മോളെ അച്ചു, നിങ്ങൾ പരസ്പരം ഉള്ളു തുറന്ന് സംസാരിക്കും. അശ്വതി, എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട്. താനെന്താ ഈ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ല? ഇതൊക്കെ അറിയുമ്പോൾ എന്നെ വെറുത്താലോ എന്ന് എനിക്ക് തോന്നി. ഈ സ്നേഹവും കരുതലും നഷ്ടപ്പെടുത്താൻ എനിക്ക് മനസ്സ് വന്നില്ല. അശ്വതി, കഴിഞ്ഞുപോയ കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു തടസ്സമാവില്ല. കുട്ടികൾക്ക് അവരുടെ അമ്മയായി എന്നെ ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നായിരുന്നു എന്റെ സംശയം. ആ സംശയം വെറുതെ ആയിരുന്നുവെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ? എന്റെ കുട്ടികൾക്ക് തന്നെ എത്രയും പെട്ടെന്ന് അവരുടെ അമ്മയെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുചെല്ലണമെന്നാ അവരെന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അവർക്ക് മാത്രമേ ആഗ്രഹമുള്ളൂ? എന്റെ ആഗ്രഹം ഇന്ന് ഈ നിമിഷം അത് സംഭവിക്കണമെന്നാണ്. സത്യമായിട്ടും? എന്താ സംശയമുണ്ടോ ഇനിയും? സമയത്താണല്ലോ എന്റെ വരവ്. എന്താ നിങ്ങളുടെ സ്വപ്നത്തിന് ഞാൻ തടസ്സമായി? ആരാ? എന്താ കാര്യം? ഞാൻ മുമ്പൊരിക്കൽ മാഷിനെ ഇവിടെ കാണാൻ വന്നു, പക്ഷെ കാണാൻ സാധിച്ചില്ല. അശ്വതിക്ക് എന്നെ അറിയാം, അശ്വതിയുടെ അച്ഛൻ. മാഷേ, ഞാനാണ് നിങ്ങളുടെ കഥയിലെ വില്ലൻ, മാധവദാസ്. കൊള്ളാം, നിന്നെ എനിക്കിഷ്ടമായി. ഒരു ഗ്രാമത്തിന്റെ വിശുദ്ധിയും പൈതൃകവും കാത്തു സൂക്ഷിക്കാൻ മുന്നിൽ നിന്ന് പണം നയിക്കുന്നവൻ ധീരനായ വിൻസെന്റ് മാഷ്. ഇത് ധീരനായ വിൻസെന്റ് മാഷിന്റെ പ്രാണപ്രയസി അശ്വതി ബാലചന്ദ്രൻ. ഇതിലെ ബാലചന്ദ്രൻ ഉണ്ടോ അതോ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? നിങ്ങളോ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? വെറുതെ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ. നിങ്ങളുടെയൊക്കെ പ്രവൃത്തി മൂലം ലക്ഷങ്ങളുടെ ബിസിനസ് നഷ്ടം സംഭവിച്ചൊരു പാവം മുതലാളി. വിൻസെന്റ് മാഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ഭീമൻ. മാധവദാസ്, എന്താ തന്റെ വരവിന്റെ ഉദ്ദേശം? ഞാൻ അങ്ങനെയാ. എനിക്ക് തടസ്സം നിൽക്കുന്ന ആരായാലും എന്തായാലും അവരെ വന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ഒരു ശ്രമം, വെറുതെ ഒരു ശ്രമം. പക്ഷേ തന്റെ ശ്രമം ഇവിടെ പാഴായി പോകത്തേയുള്ളൂ. അറിയാം, അത് പ്രതീക്ഷിച്ച് തന്നെ ഞാൻ വന്നത്. എന്നാൽ അവസാനമായിട്ടൊരു മുന്നറിയിപ്പ് വന്നിട്ട് ഞാൻ പോയേക്കാം. താനെന്ത് ഭീഷണിപ്പെടുത്തുകയാണോ? നോ മിസ്റ്റർ ബാലചന്ദ്രൻ, ഭീഷണി എന്റെ രീതിയല്ല. ഞാൻ പറയുന്ന കാര്യങ്ങളെ ചെയ്യും, ചെയ്യുന്ന കാര്യങ്ങളെ പറയൂ. തന്റെ പ്രസംഗം കേൾക്കാൻ ഇവിടെ ആർക്കും നേരെയില്ല. ഓ, എന്നാൽ ഞാൻ വന്ന കാര്യം പറഞ്ഞിട്ട് പോയേക്കാം. ഇവിടെ തുടങ്ങാൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തരുത്. ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അത് പൂർത്തിയാക്കിയാൽ അതിന്റെ ഗുണം കൂടുതൽ കിട്ടുന്നത് ഇവിടെയുള്ള ജനങ്ങൾക്ക്. താനൊരു സൂത്രശാലിയായ കുറുക്കനാണെന്ന് എനിക്കറിയാം. ടൗൺഷിപ്പിന്റെ പേരും പറഞ്ഞ് താൻ ഇവിടെ തുടങ്ങാൻ പോകുന്നത് കാർബൈഡ് ഫാക്ടറി ആണെന്നുള്ള കാര്യം ഇന്നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. വായാടിക്കുന്നിന്റെ പൈതൃകവും പാരമ്പര്യവും പ്രകൃതി സമ്പത്തും നശിപ്പിച്ചുകൊണ്ട് തന്റെ ഒരു ഫാക്ടറിയും ഇവിടെ തുടങ്ങാൻ പോകുന്നില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാനതിന് സമ്മതിക്കില്ല. അപ്പോ താനങ്ങ് ചത്താലോ?
കുട്ടി മാഷിനെ പറഞ്ഞ് മനസ്സിലാക്ക, അത് കുട്ടിക്കും കൂടെ ഗുണം ചെയ്യും. എങ്കിൽ ഞാൻ വരട്ടെ ബാലൻ സാറേ. ആരെയും കുറെ കാലം വിഷമിക്കാൻ വിടൂലെന്ന് ഇപ്പൊ നിങ്ങൾക്ക് സമാധാനായില്ലേ? അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? അവളുടെ സന്തോഷമാ എന്റെയും സന്തോഷം. അല്ല, കല്യാണത്തിന് എപ്പോഴാ തീയതി നിശ്ചയിച്ചിരിക്കുന്നത്? മാഷ് നാട്ടിൽ പോയിരിക്കുക. അവളുടെ കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിക്കണം. പിന്നെ ചില ബന്ധുക്കളെ കാര്യങ്ങൾ പറയണം. ഇന്ന് തന്നെ വരുമെന്നാ പറഞ്ഞത്. അല്ല, നമ്മളെ ഫാദറിനെ കണ്ടില്ലല്ലോ. ഞാൻ കരുതി ഇവിടെ കാണുമെന്നാ. അതാ വന്നല്ലോ. അല്ലച്ചോ, അച്ഛനിപ്പോ ഇവനാണോ കൂട്ട്? ഇവന്റെ കൂട്ടുപോയ മട്ടാ കാണുന്നത്. ഫാദർ പറഞ്ഞത് മനസ്സിലായില്ല. ഇവന്റെ ഭാര്യ ഉണ്ടല്ലോ അമ്മിണി, അവളെ കാണാനില്ലെന്ന്. അന്നത്തെ മാതിരി കഷായം കുടിച്ചിട്ട് എവിടെയെങ്കിലും ബോധം കണ്ട് കിടക്കുന്നുണ്ടാവും. ആശാൻ അന്വേഷിച്ചില്ലേ? പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഉണ്ട്. ഇപ്പോൾ തന്നെ വൈകി. പ്രസിഡന്റ് വരുന്നതല്ലോ. ആശാൻ ഇവിടെ ഇരിക്കുകയാണോ? നിങ്ങൾ അറിഞ്ഞില്ലേ ഇവിടെ അമ്മിണിനെ കാണാനില്ലാന്ന്? പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ പോവാ ഫാദറും ആശാനും കൂടി. ഇനി അതൊന്നും വേണ്ട ആചാര്യ. അമ്മിണി ഒറ്റക്കല്ല പോയത്, പിന്നെ പാപ്പ നാരായണന്റെ കൂടിയാ. അവരുടെ കല്യാണം കഴിഞ്ഞു, ഒന്നിച്ച് നാരായണന്റെ വീട്ടിൽ താമസം തുടങ്ങി. ഇത് പ്രസിഡന്റ് എങ്ങനെ അറിഞ്ഞു? പാപ്പാന്റെ ജോലിക്ക് ഇനി അവൻ ഉണ്ടാവില്ലെന്ന് പറയാൻ എന്നെ വിളിച്ചിരുന്നു. അങ്ങനെ അറിഞ്ഞതാ. ഞമ്മക്ക് മുന്നേ സംശയം തോന്നിക്കണട്ടാ, പക്ഷെ നമ്മളാരോട് പറഞ്ഞില്ല എന്ന് മാത്രം. ഓട്ടെ ആശാനെ, ഇതിലും വലുതെന്തോ വരാനിരുന്നു. അതിങ്ങനെ ആയിരുന്നു കരുതിയാൽ മതി. ചിരിച്ചിരിച്ചിരിക്കും വയ്യായേ. അവന് ഇതിനേക്കാൾ വലിയൊരു പണി കിട്ടാനില്ല. അവന്റെ കാര്യം അതോ ഗതി. അല്ല, ഇനി നമുക്കൊരു പാപ്പാൻ തപ്പേണ്ടി വരുമല്ലോ. ഏയ്, ഞാനിവിടെ നിൽക്കുമ്പോ എന്തിനാ വേറെ പാപ്പാൻ? ആനനെ എനിക്ക് ശീലമുണ്ടോ? അമ്മിണിയും എനിക്ക് ശീലിച്ചെനിക്ക് ഈ കുട്ടി ശങ്കര പുല്ല്. അപ്പൊ പ്രസിഡന്റ്, ഇന്നു മുതൽ പുതിയ പാപ്പാനായി ഞാൻ ചാർജ് എടുത്തു. അങ്ങനെ അതൊരു കാര്യത്തിലൊരു തീരുമാനമായി. ഏത്?
അശ്വതി. ഓ, നിങ്ങളോ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? നിങ്ങൾക്ക് കാണേണ്ട ആൾക്കാർ ആരും ഇവിടെ ഇല്ല. എനിക്ക് കാണേണ്ടത് അശ്വതിയാണെങ്കിലും. എന്നെയോ? അതെന്തിനാ? വെറുതെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. എന്താ അതിൽ തെറ്റുമല്ലോ ഉണ്ടോ? തെറ്റ് ശരിയും കണ്ടുപിടിക്കലല്ല എന്റെ ജോലി. എന്താ അശ്വതി ഇങ്ങനെ എന്നോടൊപ്പം സ്നേഹം കാണിച്ചുകൂടെ? അതോ ഉള്ളിലെ സ്നേഹം മുഴുവൻ നിന്റെ വിൻസെന്റ് മാഷിനെ കൊണ്ടോ? നിങ്ങൾ മര്യാദയ്ക്ക് പോകുന്നുണ്ടോ ഇവിടെ നിന്ന്? മര്യാദയോ? അതെന്താ? അങ്ങനൊരു സാധനം ഞാൻ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ അശ്വതിയോട് മര്യാദ കാണിക്കുന്നത്? സ്നേഹം കാണിച്ച പോരെ? ഹേ മനുഷ്യ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്താ അശ്വതി? അശ്വതിക്ക് ഇതുവരെ മനസ്സിലായില്ലേ? സ്നേഹം, അശ്വതിയുടെ സ്നേഹം. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? അതെ, ഭ്രാന്ത്. അശ്വതിയുടെ ഈ സൗന്ദര്യം എന്നെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. അശ്വതി, നിന്നെ എനിക്ക് വേണം. വഴിയിൽ നിന്ന് മാറിയിക്കണോ? ഇന്നത്തെ രാത്രി നമുക്ക് ആഘോഷിക്കാം. ഓ, അപ്പൊ നിനക്ക് കൂവാൻ മാത്രമല്ല, പ്രേമിക്കാനും അറിയാം, കൂവാനും അറിയാം. നീ കൂവിക്കോ. നീ കൂവിയാൽ ആര് വരാനടി? എല്ലാവരും അമ്പലത്തിൽ പോയിരിക്കുക. ആ ദാർഢ്യത്തിലല്ല ഞാൻ വന്നിരിക്കുന്നത്. ഉപദ്രവിക്കോ? അതും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന അശ്വതിയെ. ഇല്ല, എന്റെ സ്വപ്നങ്ങൾ ഞാൻ കെട്ടിപ്പൊക്കി ഇമേജ് അതെല്ലാം തകർത്ത വിൻസെന്റിന് ഒരു ചെറിയ ശിക്ഷയെങ്കിലും കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ ഈ മാധവദാസ് ആനയാ കുതിര എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവൻ ഞാൻ കഴിച്ചതിന്റെ ബാക്കി കഴിച്ചാ മതി. നമ്മുടെ ശങ്കരവിന്റെ പ്രിയപ്പെട്ടവരാ. നമുക്ക് ഇന്നത്തെ രാത്രി ആഘോഷിക്കാം. ഇന്നത്തെ രാത്രി മാത്രം ആഘോഷമാക്കിയ മതിയോടാ. എന്താ ചന്ദ്ര, നിന്റെ ശബ്ദത്തിനൊരു വ്യത്യാസം. അവളെ വിട്ടതാ, നമുക്ക് ഇന്ന് ആഘോഷിക്കാം. നീ ചോദിക്കുന്ന എന്ത് ഞാൻ തരും. നീ ചോദിക്കുന്ന എന്ത് തരുമോ? എങ്കിൽ നിന്റെ ജീവൻ എനിക്ക് താ. പറ്റൂ നിന്നെ കൊണ്ട്? എന്തിനാ നിനക്ക് എന്റെ ജീവൻ? നിർത്തടാ. നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ? ടൗൺഷിപ്പിന്റെ പേരും പറഞ്ഞ് ഇവിടെ കുന്നിടിച്ച് നിർത്തി അവിടെ കാർബൈഡ് ഫാക്ടറി തുടങ്ങി ഇവിടുത്തെ ജനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനായിരുന്നു നിന്റെ പരിപാടിയെന്ന് ഞാൻ അറിയാൻ വൈകിപ്പോയടാ. ആരതിനോട് വേണ്ട ദിനം പറഞ്ഞത്? എടാ, അത്യാവശ്യം ലോകവീറുള്ള ഒരാൾ തന്നെയാടാ ഞാനും. ഈ വിവരം അറിഞ്ഞത് മുതൽ നിന്നെ കൈ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. വായാടിക്കുന്നിൽ അമ്മയാടാ ഇപ്പോ നിന്നെ എന്നെ മുന്നിലെത്തിച്ചത്. ഈ വായാടിക്കുന്നുകാർ നിനക്ക് നല്ലൊരു സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് തരാൻ വേണ്ടിയിട്ടാടാ ഫോൺ വിളിച്ച് കൊതിപ്പിച്ച് ഞാൻ നിന്നെ ഇവിടെ വരുത്തിയത്. ഞാൻ എത്താൻ അല്പം ഒന്ന് വൈകി. അതിനിടയില് നീ ചെറ്റത്രം കാണിക്കുന്നു ഞാൻ കരുതിയില്ല. ഈ മാധവദാസോടെ ഏറ്റുമുട്ടാൻ നിനക്ക് അത്രയ്ക്ക് ചങ്കൂറ്റമോ? എങ്കിൽ വാടാ. ആര് പറഞ്ഞു ഞാൻ ഒറ്റക്കാണെന്ന്? സ്വന്തം പെണ്ണിന്റെ ദേഹത്ത് കൈവെക്കാൻ ധൈര്യം കാട്ടിയ നിനക്ക് വേണ്ടത് തരാൻ പറ്റിയ ആള് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. മാഷേ, കയറി വാ. ഒന്നും സംഭവിച്ചില്ലല്ലോ. അശ്വതി, ഇവനെ കാത്തി നാട്ടുകാർ മുഴുവൻ പുറത്ത് കാത്തിരിപ്പുണ്ട്. അതിനു മുമ്പ് ഇവനുള്ള സമ്മാനങ്ങൾ കൊടുത്തേക്ക്. ഇനി ഒരു പെണ്ണിന്റെ നേർക്കും നിന്റെ ഈ വൃത്തികെട്ട കൈകൾ ഉയരരുത്. ചന്ദ്ര, നീ ചന്ദ്രൻ വിളിച്ചു പറഞ്ഞ ഉടനെ ഞാൻ നാട്ടുകാരെ മുഴുവൻ വിവരം അറിയിച്ചിട്ടുണ്ട്. എടാ മാധവദാസ, നിന്റെ ശരീരത്തിൽ അല്പമെങ്കിലും ജീവൻ അവർ ബാക്കി വെച്ചെങ്കിൽ നീ വരണം ഞങ്ങളുടെ കല്യാണത്തിന്റെ സദ്യ ഉണ്ണാൻ. ഇപ്പോ ജനങ്ങൾ പുറത്ത് കാത്തിരിപ്പുണ്ട്. നീ അങ്ങോട്ട് ചെല്ലി. ഞാൻ വരുവടാ. ഇല്ലെങ്കിൽ നാട്ടുകാർ അവന്റെ ജീവൻ വെച്ചേക്കില്ല. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ നന്നായി. മാഷേ, എന്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി. എന്നോട് ക്ഷമിക്കില്ലേ? ചന്ദ്രൻ,
വൈകിയാണെങ്കിലും തന്റെ തെറ്റുകൾ തനിക്ക് മനസ്സിലായല്ലോ, അത് മതി. പിന്നെ മത്സരിക്കാൻ സീറ്റ് കിട്ടാനോ MLA ആവാനോ ഇവനെ പോലുള്ള ദ്രോഹികളുടെ സഹായം നീ സ്വീകരിക്കുന്നു. ഇവൻ നാളെ തന്നെയും ചതിക്കും. ജനങ്ങളുടെ കൂടെ നിന്ന് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങൾ ചെയ്ത ജനങ്ങളുണ്ടാവും. മാഷ പറഞ്ഞതാ ശരി, ഞാനുണ്ടാവും. ജനങ്ങൾക്കൊപ്പം എന്നും ഞാനുണ്ടാവും. അവരെ സേവിച്ച് ചന്ദ്ര, തന്നെ ഒളിപ്പിച്ച് താമസിച്ച ആളവിടെ നമ്മുടെ വെളിച്ചപ്പാട്. മാഷക്ക് എങ്ങനെ മനസ്സിലായി? വെളിച്ചപ്പാട് അപ്പോൾ എന്നെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ടായി. വെളിച്ചപ്പാട് എന്റെ കൂടെ വന്നിട്ടുണ്ട്. എടോ വെളിച്ചപ്പാടേ, താൻ ആള് കൊള്ളാലോ. എല്ലാം കലങ്ങി തെളിയുന്ന കണ്ടപ്പോ മൂന്നാമതൊരാൾ അറിഞ്ഞിരിക്കണത് നല്ലതാന്ന് തോന്നി. അത് വളരെ നന്നായി. നാട്ടുകാർക്ക് അപ്പോൾ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞല്ലോ. എന്തായാലും ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായല്ലോ. അശ്വതിയെ നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ വല്ലതുണ്ടാ? നിങ്ങൾ കുറച്ച് സമയം വർത്തമാനം പറഞ്ഞിരിക്കുക, അപ്പോഴേക്കും ഞാൻ ശരിയാക്കാം. ഭക്ഷണം കിട്ടുമെങ്കിൽ കുറച്ചല്ല, കുറച്ചധികം നേരം നമുക്ക് സംസാരിക്കാം. അല്ലേ മാഷേ? അല്ല ചന്ദ്ര. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വായാടിക്കുന്ന് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന വായാടിക്കുന്നിന്റെ പ്രിയപുത്രൻ, വികസന നായകൻ, നാട്ടുകാരുടെ കണ്ണിലുണ്ണി, നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ചന്ദ്രൻ വട്ടക്കുഴിക്ക് മുന്തിരിക്കുല അടയാളത്തിൽ നിങ്ങളുടെ ഓരോ വോട്ടും രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. പ്രിയമുള്ള നാട്ടുകാരെ, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വണ്ടി അങ്ങ് പോയി പോവല്ലോ. മക്കളെ നന്നായിട്ട് പഠിക്കണം കേട്ടാ. അശ്വതി, പുതിയ സ്കൂളില് നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും അല്ലേ? പറ്റും. ഇന്ന് വൈകിട്ട് അങ്ങോട്ട് എത്തുമല്ലോ. എവിടെയായാലും സന്തോഷമായിട്ട് കഴിയാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അല്ല, അവിടെ താമസത്തിലുള്ള ഏർപ്പാടൊക്കെ ആക്കിയിട്ടുണ്ടല്ലോ അല്ലേ? എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കി ഉണ്ടാചാരെ. അത് നന്നായി. പരിചയമുള്ള ആൾക്കാരുണ്ടാവുമ്പോ അത് വളരെ നല്ലതാണ്. എവിടെ പോയാലും വായാടിക്കുന്നിൽ അമ്മയെ മറക്കണ്ട. വിളിച്ച വിളിപ്പുറത്തുണ്ടാവും. അതാ അമ്മയുടെ ശക്തി. മാഷപ്പറ്റി ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോ മാഷം കണ്ട് ചെന്ന് കിട്ടാൻ കാത്തിരിക്കുക അവിടുത്തെ ആളുകൾ. അത്രക്ക് അങ്ങ് ഇഷ്ടമായി അവർക്ക്. അല്ല, നമ്മുടെ സ്ഥാനാർത്ഥിയെ കണ്ടില്ലല്ലോ. വായാടിക്കുന്നിലെ പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിൽ കാണുവാനും ഇലക്ഷനല്ലേ ഓടി നടന്ന പ്രചരണം. കാറിന്റെ അകത്ത് എങ്ങനെയാണ് ഓടാശാനെ? തമാശ തമാശ. ചന്ദ്രനെത്തിയില്ലോ. സ്ഥാനാർത്ഥി വന്നല്ലോ നമ്മുടെ. വൈകിയപ്പോ ഞാൻ വിചാരിച്ചു പോകുന്നതിന് മുമ്പേ കാണാൻ കഴിയില്ല. ഏയ്, ഞാൻ വരാതിരിക്കേ. മാഷോടുള്ള നന്ദിയും കടപ്പാടും എനിക്ക് മറക്കാൻ പറ്റുമോ മാഷേ? ആശാനെ, അമ്മണി പോയാ പോട്ടെ, നമുക്ക് വേറൊന്ന് ആലോചിക്കാം. ഏയ് വേണ്ടേന്ദ്ര, ഒറ്റത്തടിയാണ് സുഖം. കൃഷ്ണേട്ടാ, അതിങ്ങെടുത്തോ. ആ ചന്ദ്ര, അതിനു മുമ്പ് എന്തെങ്കിലും വാക്ക് പറഞ്ഞു വരോട്. പ്രിയമുള്ള വായാടിക്കുന്നിലെ നല്ലവരായ നാട്ടുകാരെ, പ്രിയ വോട്ടർമാരെ, വളരെ നാളത്തെ സേവനത്തിന് ശേഷം നമ്മുടെ സ്കൂളിൽ നിന്നും സ്ഥലം മാറി പോകുന്ന വിൻസെന്റ് മാഷിനും അദ്ദേഹത്തിന്റെ പത്നി അശ്വതിക്കും മക്കളായ അലീന എന്നിവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് യാത്രാമംഗലങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം. പക്ഷെ ചെറിയൊരു ഉപഹാരം. അശ്വതി, എത്ര തിരക്കായാലും വോട്ട് ചെയ്യാനും കൂടെ എത്തണം കേട്ടോ. വരാൻ ചന്ദ്ര, തീർച്ചയായും വരും. കൃഷ്ണേട്ടാ, ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. അത് ഏറ്റു ചന്ദ്ര. ബാലൻ സാറേ, വിഷമിക്കാതിരിക്കുക. അവരത്ര ദൂരത്തേക്കൊന്നുമല്ലോ പോകുന്നത്.
ചന്ദ്ര നീ ജയിക്കും ചന്ദ്ര. ചന്ദ്ര അതിലൊരു സംശയം വേണ്ട ചന്ദ്ര, നീ ജയിച്ചിരിക്കും. ഒരു കാര്യത്തില് ഞമ്മക്ക് പെരുത്ത് സന്തോഷമുണ്ട് ചന്ദ്ര. അതേത് കാര്യം ആചാര്യ? ആദ്യമായിട്ട് ചന്ദ്രൻ തിരുവനന്തപുരം കാണാൻ പോവല്ലേ? എന്നാ ഞങ്ങളുടെ സമയം കളയണ്ട, പെട്ടെന്ന് പെട്ടെന്ന് നോക്കുക. ഇനി യാത്ര പറയുന്നത് ശരിയല്ല. ഞങ്ങള് പോയിക്കോളി. ഞങ്ങൾ പോയി വരാച്ച. സന്തോഷായി പോയി വാ മോളെ. മക്കളെ മുത്തശ്ശ നീ എപ്പോഴാ ഞങ്ങളെ കാണാൻ വരിക? മുത്തച്ഛൻ എത്രയും പെട്ടെന്ന് മക്കളെ കാണാൻ വരാട്ടോ. മുത്തച്ഛൻ എങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുക മക്കളില്ലാതെ? ഫാദർ, ഞങ്ങൾ പോയി വരട്ടെ. ആശാനെ ആ പെട്ടിയും ബാഗൊക്കെ ഒന്ന് വണ്ടിയിൽ വെച്ച് കൊടുക്കണോ? അയ്യോ കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ, എനിക്കിപ്പോഴൊരു കാര്യം മനസ്സിലായത്. അമ്മയുടെയൊക്കെ ഭേദം കുട്ടി ചക്കര തന്നെയാ.